ദൈവിക പരിണാമവാദികൾ പറയുന്ന പോലെ ഇതിനെയൊക്കെ യുഗമായിട്ടൊക്കെ മാറ്റി ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലൊക്കെ ബൈബിളിനെ ഒന്ന് റീഇൻറ്റർപ്രറ്റ് ചെയ്യണോ? അതിൻ്റെ ഒരാവശ്യവുമില്ല. ഇത് തന്നെ വിശ്വസിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മറിച്ച് നിരീശ്വരവാദികളാണെന്നില്ല അങ്ങനെ ആയിരിക്കില്ല പറയുന്നത്. അവർ പറയുന്നത് ഇത് മുഴുവൻ അസംബന്ധമാണെന്നായിരിക്കും. 1380 കോടി വർഷം മുമ്പേ നടന്ന ബിഗ് ബാങ്, മഹാവിസ്ഫോടനം, അതുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായത്. നിങ്ങളീ പറയുന്നതൊക്കെ ചുമ്മാ കള്ളമാണ്, സങ്കല്പങ്ങളാണ്, ഇമാജിനേഷനാണ്, മിത്താണ് എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. എന്താ അതിൻ്റെ ആൻസർ? റിയലി ആണോ? നമ്മൾ നേരത്തെ ചിന്തിച്ച കാര്യം എന്താ? ഈ പ്രപഞ്ചം ഉണ്ടാകാനുള്ള ഊർജം അല്ലെങ്കിൽ എനർജി ഇതെല്ലാം എവിടെ നിന്നുണ്ടായി? അതിനൊരു ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു സയൻറ്റിസ്റ്റും ഇതുവരെ ഉദയം ചെയ്തിട്ടില്ല, ഇനി ഉദയം ചെയ്യാനും പോകുന്നില്ല. കാരണം നത്തിങ്ങിൽ നിന്ന് സംതിങ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ഇമ്പോസിബിലിറ്റിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുക എന്ന് പറയുന്നത് ഇമ്പോസിബിലിറ്റിയാണ്. അപ്പോൾ എത്ര കൊലകൊമ്പൻ ശാസ്ത്രജ്ഞനാണേലും ഈ പ്രപഞ്ചോൽപത്തിക്ക് വേണ്ട എനർജിക്ക് വേണ്ടി ഒരു മുൻ സ്രോതസ്സിനെ അംഗീകരിച്ചേ പറ്റൂ, അല്ല എന്നോ ചെയ്യുമെന്നേ. ലോകത്തിലുള്ള ശാസ്ത്ര സമൂഹം തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം ഇങ്ങനെ അങ്ങിരിക്കുകയായിരുന്നു പണ്ട് തൊട്ടേ. അങ്ങനെ പറയാൻ പറ്റുകയില്ല, നിത്യമാണെന്ന് പറയാൻ പറ്റില്ല. അതിന് അങ്ങനെ പണ്ടൊരു തിയറി ഉണ്ടായിരുന്നു, സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റിയില്ല, ഇതിനൊരു ആരംഭമുണ്ട്, അതിന് വേറെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചം ഒരു ഉത്ഭവമുള്ളതാണ്. അത് ഉത്ഭവിക്കണമെങ്കിൽ ഒരു മുന്നുറവിടം വേണം. ആ മുന്നുറവിടമാണ് ദൈവം. ഇപ്പോൾ ഒരു ദൈവത്തെ നിരാകരിക്കാൻ നിരീശ്വരവാദിക്കും കഴിയത്തില്ല. ആ മുന്നുറവിടം എറ്റേണലുമായിരിക്കണം. കാരണം ഇല്ലെങ്കിൽ ആ മുന്നുറവിടത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം വരും അല്ലേ? ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് 1000 കോടി വർഷം അല്ലെ 10,000 കോടി വർഷം മുമ്പേ ഉണ്ടായിരുന്ന ഒരാളാണ്. ആ ആള് 20,000 കോടി വർഷം മുമ്പാണ് ഉണ്ടായത്. അപ്പം പിന്നെ ചോദ്യം വരും, ആളിനെ ആരാ ഉണ്ടാക്കിയെന്ന് വരും. അതിന് ഇൻഫിനിറ്റ് റിഗ്രസ് എന്നൊക്കെ പറയും ലോജിക്കിൽ. പുറമോട്ട് പോയി ആരുണ്ടാക്കി ആ ആരുണ്ടാക്കിയ ചോദ്യം ഇല്ലാതാകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു നിത്യനായ മുന്നുറവിടം, എറ്റേണൽ ക്രിയേറ്റർ അംഗീകരിച്ചാലേ പറ്റത്തുള്ളൂ. ഇതാരാ അംഗീകരിക്കണ്ടേ? ഇത് നമ്മുടെ ഒരു ഗതികേടാ. എൻ്റെ പൊന്നെ, ഒരു നിത്യനായ ദൈവത്തെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നോ ചെയ്യാനാ? ആണോ? അല്ല. ശാസ്ത്രജ്ഞനും നിരീശ്വരവാദിക്കും തീയിസ്റ്റിക് എവല്യൂഷനിസ്റ്റും ഏതിസ്റ്റിനും ദൈവത്തിൽ നിന്നല്ലാതെ സൃഷ്ടിവിവരണം ആരംഭിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇപ്പം നിങ്ങളോടൊക്കെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ചോദിക്കും ദൈവത്തെ ആരുണ്ടാക്കിയെന്നുള്ള ചോദ്യമായിരിക്കും. അത് അസംബന്ധ ചോദ്യമാണ്, നോൺസെൻസിക്കൽ ക്വസ്റ്റ്യനാണ്. അതെന്നാ നോൺസെൻസിക്കലായിരിക്കുന്നേ? ഈ ദൈവമെന്ന് പറഞ്ഞാൽ നിത്യനായാലേ പറ്റത്തുള്ളൂ. ഒരാദ്യ കാരണം, ഒരു എറ്റേണൽ കോസ് ഉണ്ടേലേ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റുകയില്ല. അപ്പം നിരീശ്വരവാദികൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. മാത്രമല്ല ആ എറ്റേണൽ കോസ് ഒരു വ്യക്തിയുമായിരിക്കണം. അതെങ്ങനെ അറിയാം? ചില ആൾക്കാരൊക്കെയാണ് നമ്മൾ സംസാരിക്കാം, ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ അങ്ങ് സമ്മതിക്കുന്നുണ്ട്. ഒരു ശക്തി, എന്തുവാ ശക്തി എന്ന് പറഞ്ഞാൽ? പവർ, ഒരു അതോറിറ്റി ഉണ്ടെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. കുറേ വെടിമരുന്ന് അങ്ങോട്ട് കൂട്ടിയിട്ട് തീ കൊടുക്കാമെങ്കിൽ ഷൂന്നും പറഞ്ഞ് തീ പൊങ്ങും അല്ലേ? അല്ലേ സോഡാ കുപ്പിയുടെ ഒരു സാധനം ഉണ്ട്, ആ ലിഡ് അങ്ങോട്ട് തുറക്കും, ഫൂന്നും പറഞ്ഞ് വെളിയിലോട്ട് ചാടും. അതുപോലൊരു ശക്തിയാണെന്ന് അവർ പറയുന്നത്. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങൾ നോക്കിയേ, ഡൈവേഴ്സിറ്റി, മയിലിൻ്റെ അതിൻ്റെ തൂവലിൻ്റെ ഭംഗി, കുയിലിൻ്റെ പാട്ടിൻ്റെ മാധുര്യം, പുഷ്പത്തിൻ്റെ ഗന്ധത്തിൻ്റെ സൗരഭ്യം അല്ലേ? ഇങ്ങനെയുള്ള ഡൈവേഴ്സിറ്റി അല്ലെ വൈവിധ്യം ഒരു ശക്തിയാണേ ഉണ്ടാക്കത്തില്ല. എന്തിനാണ് ഉണ്ടാക്കുന്നത്? അങ്ങനെയുള്ള വൈവിധ്യങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്ന, മണമിഷ്ടമുള്ള, നിറമിഷ്ടമുള്ള, അല്ലെങ്കിൽ പാട്ടിഷ്ടമുള്ള, സംഗീതമിഷ്ടമുള്ള, പലതും ഇഷ്ടമുള്ള ഒരു സൃഷ്ടിതാവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്ന ആർഗ്യുമെൻ്റ് പിടികിട്ടിയോ? ഒന്ന്,
ഒരു മുന്നുറവിടം വേണം, ശാസ്ത്രമനുസരിച്ച് തന്നെ. 2, ആ മുന്നുറവിടം നിത്യനായിരിക്കണം. 3, ആ മുന്നുറവിടം ഒരു വ്യക്തിയുമായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു പ്രപഞ്ചം ഉണ്ടാകുകയില്ല. ഞാനിപ്പം ഒരു പ്രത്യേക സൈസിലുള്ള 10 കണ്ടെയ്നറുകൾ ഉണ്ടാക്കി ഒരു 10 പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിച്ചു. ഒരേ ഷേപ്പ്, ഒരേ മെറ്റീരിയൽ, എല്ലാം സ്റ്റീൽ കൊണ്ടുള്ള ഒരേ കാര്യങ്ങളാണ്. ഇതിലെല്ലാം കൃത്യമായ അളവിൽ ഒരുപോലെ വെടിമരുന്ന് നിറച്ച് വെച്ചെന്ന് വിചാരിക്കുക. എന്നിട്ട് എല്ലാത്തിനും അങ്ങോട്ട് തീ കൊടുക്കുക. ഈ 10 തീ ഒരുപോലെ ഇരിക്കും. കാരണം ശക്തിക്ക് ആ ഒരു വെടിമരുന്നും വിചാരിക്കുകയില്ല എനിക്ക് ഇച്ചിരി നീല നിറം വേണം, വേറൊന്ന് പച്ച നിറം വേണം, വേറൊന്നും, അങ്ങനെയൊന്നുമില്ല. ശക്തി അതിന് ഡൈവേഴ്സിറ്റിയോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഡൈവേഴ്സിറ്റി, വ്യതിയാനങ്ങൾ, ബ്യൂട്ടി, അയ്യോ അരുവിയുടെ സംഗീതം എന്ത് മനോഹരമല്ലേ. അല്ലെ ഇപ്പോഴത്തെ മഴ, എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. രാത്രി അത് കേട്ടോണ്ട് ഉറങ്ങാൻ എന്തൊരു സുഖമാണെന്നറിയാം. ഭയങ്കര സംഗീതമാണ്. ഈ പ്രപഞ്ചത്തിലെ സകലത്തിൻ്റെയും താളവും നാദവും ഗന്ധവും ഇതെല്ലാം പ്രിഫറൻസുകളുള്ള, ഇഷ്ടങ്ങളുള്ള ഒരു പേഴ്സണൽ ഗോഡിനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഫസ്റ്റ് കോസ്, എറ്റേണൽ, ഓൾമൈറ്റി, പേഴ്സണൽ ഗോഡ് എസൻഷ്യലാണ്. അത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല, സകലരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരാളിൽ തുടങ്ങിയാലേ സൃഷ്ടി നമുക്ക് വിവരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സൃഷ്ടി വിവരിക്കാൻ പറ്റില്ല. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? നമ്മൾ ദൈവിക ഈ പരിണാമവാദികളുടെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ഒരു നിരീശ്വരന് യാതൊരു ഗത്യന്തരവുമില്ല. അപ്പം പിന്നെ ഇവിടെ നമ്മുടെ പരാജയം നമ്മളെക്കൊണ്ട് റൈറ്റ് ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കാൻ പറ്റുന്നില്ല. നമ്മളോട് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളങ്ങ് ചൂളി, ആരാ ദൈവത്തെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഗ്യാസ് പോയി. പിന്നെ ചമ്മി അടപ്പ് തെറിച്ച് പിന്നെ ആയുസിൽ ആ ക്ലാസ്സിൽ വെച്ച് ദൈവത്തെക്കുറിച്ച് പറയുകയില്ല എന്നുള്ള തീരുമാനം എടുത്ത് അന്ന് തിരിച്ച് വീട്ടിലേക്ക് വരിക, അല്ലേ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. പ്രിയപ്പെട്ടവരെ, ഒരു എറ്റേണലായ, നിത്യനായ, സർവശക്തനായ വ്യക്തിയായ ആദ്യകാരണൻ, ഫസ്റ്റ് കോസ് ഉണ്ടേലേ പറ്റത്തുള്ളൂ. അപ്പം ഇതിലെന്നാ അതിൻ്റെ ആപ്ലിക്കേഷൻ അറിയാമോ? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ 26 ദിവസമൊന്നും വേണ്ടെന്നേ സൃഷ്ടിക്ക്, അല്ലേ? ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ടാറ്റ മോട്ടോഴ്സിന് ഒരു നട്ടും ബോൾട്ടും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? അവർക്ക് വലിയ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറിയൊക്കെ ഉണ്ടല്ലേ ടാറ്റ മോട്ടോഴ്സിന്. അപ്പം ടാറ്റ മോട്ടോഴ്സിന് ഒരു നട്ടും ബോൾട്ടും ഉണ്ടാക്കാൻ ചോദിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? അങ്കിളിൻ്റെ തലയ്ക്ക് ഏതോ ഒരു നട്ട് ലൂസാന്ന് പറയും, അല്ലേ? ഇറ്റ് ഈസ് ഈസി, അല്ലേ? ടാറ്റ മോട്ടോഴ്സിന് ഒരു നട്ടും ബോൾട്ടും ഉണ്ടാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ സർവശക്തനായ, നിത്യനായ, വ്യക്തിയായ, ആദ്യകാരണനായ, ഫസ്റ്റ് കോസ് ആയിട്ടുള്ള ദൈവത്തിന് 6 ദിവസം വേണ്ടെന്നേ, 6 സെക്കൻഡ് വേണ്ടെന്നേ, സമയമേ വേണ്ട ഫോർ ദ ക്രിയേഷൻ ഓഫ് എവറിത്തിങ്. ഇത് ചലഞ്ച് ചെയ്യാൻ ഒരു ദൈവിക പരിണാമവാദിക്കും, ഒരു നിരീശ്വരവാദിക്കും, ഒരു അഗ്നേയവാദിക്കും, എഗ്നോസ്റ്റിക്, ഒരുത്തനും ഒരവകാശവുമില്ല. അല്ലെ വേണം നമുക്ക് ഇങ്ങനെ പറയാം, സിൻസ് ഐ എക്സിസ്റ്റ് ദർ ഷുഡ് ബി എ ഗോഡ്. ഇത്ര അത്ഭുതവും ഭയങ്കരവുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു കോശമെടുത്ത് അതിലെ DNA അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷനിൽ എഴുതുന്ന രീതി വെച്ചാൽ എൻസൈക്ലോപീഡിയയുടെ ഒരു 1000 വോള്യത്തിൽ തീരാത്ത സാധനമുണ്ട്. സിൻസ് ഐ എക്സിസ്റ്റ് ദർ ഷുഡ് ബി എ ഗോഡ്. ഇത് ലോകത്ത് ഒരുത്തനും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നേ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പ്രസൻറ്റ് ചെയ്യേണ്ടതുപോലെ ചോദ്യങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 6 ദിവസം കൊണ്ടല്ല, 6 സെക്കൻഡ് കൊണ്ടല്ല, സമയമില്ലാതെ തന്നെ ദൈവത്തിന് സൃഷ്ടിക്കുക. അപ്പം പിന്നെ എന്നായിരിക്കും ദൈവം സൃഷ്ടിച്ചേ? ഈ 6 ദിവസം എന്തിനാ പുള്ളിയെ എടുത്തേ? 6 ദിവസം സൃഷ്ടിയൊക്കെ ചെയ്തിട്ട് 7-ാം ദിവസം ക്ഷീണിച്ച നീ ഒന്നിരിക്കട്ടെ. ഒരു പക്ഷെങ്കിൽ എനിക്കതിനകത്ത് സ്പെക്കുലേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ദ സ്കീം ഓഫ് റിഡംഷൻ അൺവെയിൽ ചെയ്യുകയായിരുന്നിരിക്കും. വോയിഡായിട്ടുള്ള ഭൂമി തൊട്ട് അനേക കഴിവുകളുള്ള ഇൻ്റലിജൻറ്റ് ബീയിങ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായിട്ടുള്ള മനുഷ്യനിലേക്ക് എത്തുന്ന ഒരു അനുക്രമമായിട്ടുള്ള ഒരു പുരോഗതി. അതൊരു പാപിയുടെ മാനസാന്തരം പോലല്ലേ? പാപത്തിൽ ആണ്ട് കിടക്കുന്ന
വെറും ഓടയിൽ കിടക്കുന്ന പന്നിയെപ്പോലെ ജീവിക്കുന്ന ഒരു പാപി അവൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് അനുക്രമമായിട്ട് വിശുദ്ധിയിൽ വളർന്നു വന്നിട്ട് യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റിഡംഷൻ, ഒരു വീണ്ടെടുപ്പ്, ഒരു പാപമോചന സംവിധാനം നമ്മളെയൊക്കെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന, നമ്മുടേതായ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവിക പരിപാടിയുണ്ട്. അത് 1-ാം അധ്യായത്തിൽ തന്നെ ഒരു പക്ഷേ ദൈവം റിവീൽ ചെയ്യാൻ ശ്രമിച്ചതാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. അക്കാര്യത്തിൽ ഞാൻ കടുംപിടുത്തമൊന്നും പിടിക്കുന്നില്ല, ഒരു പക്ഷെങ്കിൽ അതായിരിക്കും. എന്തായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ 6 ദിവസം പോലും ദൈവത്തിന് വേണ്ടിയിരുന്നില്ല. പക്ഷേ ദൈവത്തിന് അങ്ങനെയാ പ്രസാദം തോന്നിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചാണ്. പിന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണെങ്കിൽ ഒരു സംശയം ഉളവാക്കുന്നതിൻ്റെ ആവശ്യമെന്ന ഈ പുതിയ തിയറികളൊക്കെ കൊണ്ടുവന്ന് നമ്മളായിട്ട് പീഡിപ്പിക്കുന്നത് എന്തിനാ? തീയിസ്റ്റിക് എവല്യൂഷൻ, ആ എവല്യൂഷൻ, ഈ എവല്യൂഷൻ, എന്തിനാ? കപടശാസ്ത്രവുമായി വിട്ടുവീഴ്ച ചെയ്താലും വേണ്ടില്ല, ശത്രുതാപരമായിട്ട് ലോകത്ത് ജീവിക്കുന്നതിൻ്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നുള്ള ഒരു ഉദ്യമമായിരിക്കും. ഓ, വലിയ കഷ്ടമാണ്. ക്ലാസ്സിലൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചങ്ങ് വശക്കെടുത്തുക സഹോദര, അല്ലേ അങ്കിളെ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാര്യമൊന്നും പറയാറില്ല. ഈ പരുവത്തിൽ നമ്മളെ ആക്കിയെടുക്കാൻ വേണ്ടി ഡെലിബറേറ്റായിട്ട് പിശാച് കണ്ടെത്തിയിരിക്കുന്ന ചില സ്ട്രാറ്റജികളാണ് ശാസ്ത്രത്തിനെ ന്യായമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കുന്ന ഈ പരിപാടി. അയ്യോ, വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്നാ ചെയ്യണം? നമ്മുടെ ജീവിതം തന്നെ ഈ കർത്താവിൻ്റെ വചനത്തെ പ്രചരിപ്പിക്കാൻ, ഇതാണ് സത്യമെന്ന് മറ്റുള്ളവരോട് പറയാൻ, നേരെ നിന്ന് പറയാൻ, നഷ്ടപ്പെട്ടു പോയ നട്ടെല്ല് തിരികെ പ്രാപിച്ചിട്ട് ഐ ആം എ ബിലീവർ, ഐ ഹാവ് എ റിഡീമർ, ഹീ ലീഡ്സ് മീ എന്ന് പറയാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. ഇനിയും ശാസ്ത്രത്തിൻ്റെ ഊഹത്തിന് നിരക്കുന്ന വളരെ പഴക്കമുള്ള ഭൂമിയെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നതെന്ന ദൈവിക പരിണാമവാദം ശരിയോ? ഈ ബൈബിളിനെയും ഈ ഈ ഈ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ബിഗ് ബാങ്ങിനെ എല്ലാം കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കെട്ടി ബൈബിളിൻ്റെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് കീഴ്മേൽ മറിച്ചിട്ട് പിടിച്ചു നിൽക്കാം, അല്ലെങ്കിൽ വലിയ ചമ്മല. ഈ 21-ാം നൂറ്റാണ്ടിൽ ദൈവമായി ഇതൊക്കെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദര വലിയ വിഷമമാണ്, വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ അതിന് പോകുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാനായി തിയറികളൊക്കെ ശ്രമിക്കുന്നത്. ഓക്കെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 24 മണിക്കൂറോ ഒരു യുഗമോ അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ താഴെ കാണുന്നത് പോലെ 24 മണിക്കൂർ ദൈർഘ്യമുള്ള 6 ദിവസങ്ങളിൽ സൃഷ്ടി നടത്തിയെന്ന ഉൽപ്പത്തി വിവരണം ബൈബിളിൽ ചരിത്രപരമായിട്ട് മറ്റു ഭാഗങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇതൊരു യുഗമല്ല, മറിച്ച് ലിറ്ററലായിട്ട് 24 മണിക്കൂറുകളുള്ള ദിവസങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. ഇതെങ്ങനെയോ കുറേ പുറകോട്ട് പോയി. ഓക്കെ, ഇനി ഗ്യാപ്പ് തിയറി എന്നും പറഞ്ഞൊരു തിയറിയുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 1-ഉം 1-ന്റെ 2-നും ഇടയ്ക്ക് ഒരു വലിയ കാലഘട്ടമുണ്ട്. ഇതെന്തിനാണ് ഇത് പറയുന്നത്? ഈ 1380 ലിങ്ക് ചെയ്യാനാണ്. ദൈവത്തെ കൊണ്ട് ഈ 6 ദിവസം കൊണ്ടൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സഹായിച്ചു കളയാം. നമുക്ക് ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് കയറ്റിക്കളയാം. ഉൽപ്പത്തി 1-ന്റെ 2-നും ഇടയ്ക്കൊരു വിടവുണ്ടോ? ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഗ്യാപ്പ് തിയറി മുന്നോട്ട് വയ്ക്കുന്നു, വിടവ് സിദ്ധാന്തം. ഗ്യാപ്പ് തിയറി എന്ന് പറഞ്ഞത്, അതായത് ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 1 ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ യുഗങ്ങൾ അന്നിവിടെ ജീവജാലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല സാത്താൻ പോലും പാപം ചെയ്ത് ആ കാലത്ത് ഭൂമിയിൽ വെച്ചാണെന്നാണ് പറയുന്നത്. സാത്താൻ ഈ ഭൂമിയിൽ വെച്ച് പാപം ചെയ്തെന്നാണ് പറയുന്നത്. ആ കാലത്ത് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു, അവരെല്ലാം പാപം ചെയ്തു. അപ്പം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം കഴിഞ്ഞ് ഒരു നീണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പിശാച് ഇവിടെ വന്ന് പാപം ചെയ്തു. അതുപോലെ ജീവജാലങ്ങളൊക്കെ പാപത്തിന് അടിമപ്പെട്ടു, അതൊക്കെ നശിച്ചു. അതിൻ്റെ അവശിഷ്ടങ്ങളായി ഈ ഫോസിൽസ്. ഇപ്പം എന്ത് സൗകര്യമായല്ലേ? ഓരോരുത്തർ പറയുന്നു ഇന്ന ഫോസിലിന് ഇത്ര മില്യൺ വർഷമായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെപ്പാടെ പരിഭ്രമിച്ചിരിക്കട്ടാ, എന്നോ ചെയ്യും, ആകെ കുളമായല്ലോ.
ബയോളജി ക്ലാസ്സിൽ എങ്ങനെ അല്ലല്ല ടീച്ചറെ, അങ്ങനല്ല, ദൈവമാ സൃഷ്ടിച്ചെന്ന് എങ്ങനെ പറയും? ഫോസിലൊക്കെ കാണിച്ച് 500 കോടി വർഷം മുമ്പുള്ള ഫോസിൽ, 200 കോടി വർഷം മുമ്പുള്ള ഫോസിൽ എന്നൊക്കെ പറഞ്ഞ് ആളുകളങ്ങ് അടിച്ചു വിടുക. അപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കും? അപ്പോൾ ഇങ്ങനൊരു ഗ്യാപ്പ് തിയറി പറഞ്ഞാൽ പറ്റും. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്രപഞ്ചം ഉണ്ടായിരുന്നു, അവിടെ ജീവജാലങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പാപം ചെയ്തു, ചത്തുപോയി. അതിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് മണ്ണിൽ കിടക്കുന്നതാണ് ഫോസിലുകൾ. അപ്പം ഗുഡി അല്ലേ? ശാസ്ത്രവും നമ്മളുമായിട്ടുള്ള പ്രശ്നം മാറി, ഇനി മാന്യമായിട്ട് നിൽക്കാം. അപ്പം ടീച്ചറെ, ഗ്യാപ്പ് തിയറി എന്നൊരു തിയറി ഉണ്ട്, അതുകൊണ്ട് എന്നെ ടീച്ചർ പുച്ഛിക്കണ്ട എന്ന് പറയാൻ പറ്റും അല്ലേ? ഓക്കെ, ആ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ. എന്നാൽ ഫോസിൽ ഡേറ്റിങ് സാങ്കേതിക ഒരു തിയററ്റിക്കൽ മെത്തേഡാണ്, അതൊരു അബ്സല്യൂട്ട് മെത്തേഡ് അല്ല. നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ പഠിക്കുന്ന കാലത്ത് ഇവർ ഈ എമണ്ടൻ ഫോസിലുകളെ കുറിച്ച് പറയാം. അത് ഇത്രായിരം വർഷം മുമ്പ് പ്ലിയോസീൻ, ആസീന്, ഈസീന്, മിയോസീന്, ആസീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെപ്പാടെ തല കറങ്ങിയിരിക്കുക. എൻ്റെ ദൈവമേ, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതായിട്ട് എന്തൊരു വ്യത്യാസം. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഫോസിൽ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ സ്കെയിലാണ്, അല്ല മീറ്റർ സ്കെയിൽ വെച്ച് അളക്കുന്ന പോലെ 30 സെൻറ്റിമീറ്റർ, 30, 60 അങ്ങനെ അളക്കുന്ന പരിപാടിയേ അല്ല. ഇത് നമ്മളെ അങ്ങ് ഫീഡ് ചെയ്ത് വെച്ചേക്കുക. ഇത് വെറും ഒരു തിയററ്റിക്കൽ മെത്തേഡാ. എങ്ങനെ അറിയാം? നമ്മളിൽ ആരെങ്കിലും എടുത്ത് നമ്മുടെ കുറച്ച് ദശയോ അല്ലെ എല്ലോ അല്ലെ ഇച്ചിരി നഖമോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കാർബൺ ഡേറ്റിംഗ് നടത്താമെങ്കിൽ ചിലപ്പോൾ 50,000 വർഷം മുമ്പേ മരിച്ചതാണെന്ന് തെളിവ് കിട്ടും, റിസൾട്ട് കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ടെന്നേ. ഇത് നമുക്ക് തരാത്തതാ, നമ്മുടെ പുസ്തകത്തിൽ അത് എഴുതുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അമണൈറ്റിനെ എടുത്തിട്ട് അതിൻ്റെ ഒരല്പം ഷെല്ല് മുറിച്ചെടുത്ത് കാർബൺ ഡേറ്റിംഗ് നടത്തി. അമണൈറ്റ് മ്യൂസിയത്തിൽ കിടപ്പുണ്ട്, അല്ല അക്വേറിയത്തിൽ കിടന്ന് ഇങ്ങനെ നീന്തുന്നുണ്ട്. അമണൈറ്റ് എന്ന് പറയുന്നത് ഒച്ചു പോലെ ഒരു ജീവിയാണ്, അത് അവിടെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. റിസൾട്ട് വന്നപ്പോൾ അത് ചത്തിട്ട് 3000 വർഷമായിരുന്നു. അമണൈറ്റ് പോലും ചിരിച്ചു കാണും അല്ലേ? എന്താ പ്രശ്നം? ഇതൊരു തിയററ്റിക്കൽ സ്കെയിലാണ്. ഇത് കൃത്യമായിട്ട് അബ്സല്യൂട്ടായിട്ട് അളക്കാനുള്ള ഒരു സ്കെയിലേ അല്ല. അപ്പം ഈ സ്കെയിൽ ഉപയോഗിച്ച് അളന്നിട്ട് ഇത്ര കോടി വർഷം പഴക്കമായ ഫോസിൽ കിട്ടിയെന്നൊന്നും പറയുന്നതിന് ഒരു കാര്യവുമില്ല. മാത്രമല്ല, അത്തരം സ്വഭാവവും കാലപ്പഴക്കവുമുള്ള ഒരു ഫോസിലുകളും കണ്ടെത്തിയിട്ടില്ല. ഇവർ ഈ പറയുന്നത് പോലെ ഇത്രായിരം വർഷമുള്ള ഫോസിലൊന്നും കിട്ടിയിട്ടില്ലെന്നേ. കാർബൺ ഡേറ്റിംഗ് വെച്ച് ഒരു ഫോസിലിനെ അളക്കാവുന്ന മാക്സിമം 50,000 വർഷമാണ്. കാർബൺ ഡേറ്റിംഗ് വെച്ച് കാലനിർണ്ണയം, ഫോസിലല്ല എന്ത് സാധനത്തിൻ്റെയും കാലനിർണ്ണയം പറ്റുന്ന അങ്ങേയറ്റം 50,000 വർഷമാണ്. ചത്തിട്ട് എത്ര വർഷമായെന്നാണ് കാർബൺ ഡേറ്റിംഗ് വെച്ച് കണക്കാക്കുന്നത്. ചത്തിട്ട് എത്ര വർഷമായി, അതിൻ്റെ സാങ്കേതികതയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ചത്തിട്ട് എത്ര വർഷമായെന്ന് കണ്ടുപിടിക്കാനുള്ള ടൂളാണ് കാർബൺ ഡേറ്റിംഗ്. 50,000 വർഷത്തേക്കുള്ളിൽ അത് വെച്ച് അളക്കാൻ പറ്റത്തില്ലെന്നേ. 50,000 വർഷം കഴിയുമ്പോൾ C14 അളവൊക്കെ അളക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് പോകും. 50,000 വർഷത്തിൽ കൂടുതൽ ഒരു റിസൾട്ടും കിട്ടാൻ പറ്റത്തില്ല. ഈ 50,000 കിട്ടുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുന്നവന് 10,000 വർഷം മുമ്പേ മരിച്ചെന്ന് പറഞ്ഞ് കിട്ടുന്ന പോലുള്ള റിസൾട്ടാണ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡേറ്റിംഗ് പ്രിൻസിപ്പിൾ തെറ്റാണെന്നല്ല, പക്ഷെ അതൊരു തിയറി മാത്രമാണ്. അബ്സല്യൂട്ട് ഡേറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, റിയാലിറ്റിയിലും ഇങ്ങനെയുള്ള ഫോസിലുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ എങ്ങനെ ഈ പറയുന്നത് ട്രൈലോബൈറ്റ് എന്ന് പറയുന്ന ജീവി 55 കോടി വർഷം മുമ്പേ ജീവിച്ചിരുന്നതാണ്, അന്ന് അതിന് വംശനാശം സംഭവിച്ചു, അങ്ങനെയൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഇത് പറയുന്ന കാർബൺ ഡേറ്റിംഗ് വെച്ചല്ല, ഒരു ഡേറ്റിങ്ങും വെച്ചല്ല. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? ഇവരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് തീരുമാനിച്ചു. കുറേ ഫോസിലുകളുടെ കാലം അവർ തന്നെ തീരുമാനിച്ചു. അവയ്ക്ക് പറയുന്നത് ഇൻഡെക്സ് ഫോസിൽ എന്നാണ്. ഇൻഡെക്സ് ഫോസിൽ. ഇപ്പോൾ ട്രൈലോബൈറ്റെ കുറിച്ച് പറഞ്ഞാൽ 55 കോടി വർഷം മുമ്പേ എക്സ്റ്റിങ്റ്റായി, അത് ആ വർഗമേ നശിച്ചു പോയി. അപ്പോൾ എവിടെയെങ്കിലും ട്രൈലോബൈറ്റിനെ കിട്ടിയാൽ ഇപ്പം നാട്ടുകാരെല്ലാം പറയും ഈ ഭൂപാളിക്ക് 55 കോടി വർഷത്തിലധികം പഴക്കം ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് എത്തിയത്? ട്രൈലോബൈറ്റിൻ്റെ പ്രായം ഒരു ഇൻഡെക്സ് ഫോസിൽ എന്നുള്ള നിലയ്ക്ക് മിനിമം 55 കോടിയായിട്ട് എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് കട്ട്ലേറ്റും ഒക്കെ തിന്നിട്ട് AC റൂമിലിരുന്ന് ഡിസൈഡ് ചെയ്തതാണ്. നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത് എന്നാ, അയ്യോ ഇതെല്ലാം കാർബൺ ഡേറ്റിംഗ് വെച്ച് കണ്ടുപിടിച്ചതാണ്, അയ്യോ ഇനി എന്നോ ചെയ്യും. ക്ലാസ്സിൽ ടീച്ചർ അങ്ങനെ പറയുമ്പോൾ അയ്യോ അല്ല ടീച്ചറെ ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ആകെ പോകുമല്ലോ. ഇത് മുഴുവൻ വ്യാജമാണ്, ഇത് മുഴുവൻ ചീറ്റിങ്ങാണ്. ഈ കാര്യം ആരും ആരോടും പറയത്തില്ല.
എന്നിട്ട് അതിൻ്റെ മൂലയ്ക്ക് എവിടെയെങ്കിലും കാർബൺ ഡേറ്റിങ്, ആ ഡേറ്റിങ്, ഈ ഡേറ്റിങ്, ആർഗോൺ പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞ്, യുറേനിയം ലെഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡേറ്റിംഗ് ടെക്നിക്കുകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പറഞ്ഞേക്കും. എന്നിട്ട് കൂട്ടത്തിൽ കുറേ ഫോസിലുകളുടെ പ്രായമൊക്കെ പറയും. നമ്മൾ വിചാരിക്കും ശരിയാണെന്നല്ലോ. ഇത്രയും പഴക്കമുള്ള ഫോസിലുണ്ടെങ്കിൽ ഒന്നീ ഗ്യാപ് തിയറി ശരിയായിരിക്കണം, അല്ലെങ്കിൽ നിരീശ്വരന്മാർ പറയുന്നത് പോലെ 500 കോടി വർഷം മുമ്പേ ലൈഫ് ആരംഭിച്ചു, ഈ 500 കോടി വർഷങ്ങളിൽ ജീവിച്ചിരുന്ന ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ഒക്കെയാണ് കിട്ടുന്നതെന്നൊക്കെ വിശ്വസിച്ച് നമ്മളിങ്ങനെ വിഷണ്ണരായിട്ട് ഇങ്ങനെ ഇരിക്കുക. കുറേ ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പം നമ്മൾ തന്നെ നമ്മളെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങും. അങ്ങനെ ആന്നോ ഇനി? അങ്ങനെയാണെന്ന് ഇനി ഞായറാഴ്ച ഇത് വിശ്വസിക്കാം, ബാക്കിയുള്ള 6 ദിവസം വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞായറാഴ്ച ഇതൊക്കെ ശരിയാണെന്നുള്ള മട്ടിൽ വളരെ ഭക്തിപുരസരം ആയിരിക്കുന്നു. പള്ളിയിലൊരു വിശ്വാസം, പള്ളിക്കൂടത്തിലൊരു വിശ്വാസം. ഈ ഡബിൾ സ്റ്റാൻഡേർഡിലേക്ക് അനേകർ പോകുന്നു. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 1:28 റിപ്ലനീഷ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ തെറ്റായിട്ട് നൽകിയിരിക്കുക. അത് മലയാളത്തിലെ പോലെ പെരുകി എന്നായിരുന്നു നൽകേണ്ടിയിരുന്നത്. അത് പറഞ്ഞേക്കുന്നത് എന്നാണെന്നറിയാം, ഇവർ പറയുന്നത് റിപ്ലനീഷ് എന്ന് പറയുമ്പം നേരത്തെ ഉള്ളതിന് പകരമായിട്ട് വരുന്നു എന്നുള്ള അർത്ഥമുണ്ട്. ഗ്യാപ് തിയറിക്കാർ പറയുന്നതാണ്. ഇവിടെ പണ്ട് ഒരുപാട് ജീവികളുണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു പോയി, പാപം ചെയ്തു, കുളമായി, ഇതാ പുതിയൊരു വർഗത്തെ അതിന് പകരം കൊടുത്തു എന്ന് അവർ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അവർ പറയും യെശയ്യാവ് 45:18 ഭൂമി പാർപ്പിനായിട്ടാണ് നൽകിയിരിക്കുന്നതെന്നൊരു വാക്യമുണ്ട്. അപ്പം പിന്നെ എങ്ങനെയാണ് നിങ്ങളിത് പാഴും ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞു? അപ്പോൾ ആദ്യം പാർപ്പിന് കൊടുത്തു കഴിഞ്ഞ് കുഴപ്പം വന്നു കഴിഞ്ഞാണ് വഴി. അങ്ങനെയൊന്നും അർത്ഥമില്ല. ദൈവത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശം അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമി താന് സൃഷ്ടിക്കാൻ പോകുന്ന തൻ്റെ സ്വരൂപത്തിലുള്ള മനുഷ്യന് വേണ്ടി ഒരുക്കുകയാണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. മനസ്സിലായോ? അത് ദൈവത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശത്തെ കാണിക്കുന്ന ആ വാക്യത്തിൻ്റെ ബേസിലും നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ മലയാളത്തിൽ അടുത്ത പോയിന്റ് തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. റോമർ 5:12 ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നത് ആദാമിലൂടെയാണ്. സിൻ കെയിം ടു ദിസ് വേൾഡ് ത്രൂ ആഡം. മലയാളം നോക്കണ്ട, ഇംഗ്ലീഷ് നോക്കിയാൽ മതി. അപ്പം ആദമിന് മുമ്പേ ഈ ലോകത്തിൽ പാപമുണ്ട് എന്ന് ബൈബിൾ പറയുന്നില്ല. കൺക്ലൂസീവായിട്ട് ആദത്തോടുകൂടിയാണ് പാപം സംഭവിച്ചത്. മാത്രമല്ല ഈ ദൂതന്മാരുടെ പാപം ലോകത്തിലാണ് സംഭവിച്ചെന്നുള്ളതിന് ഒരു തെളിവും ബൈബിളിലെങ്ങുമില്ല. ചുമ്മാതെ തെളിവുകളുണ്ടാക്കി ശാസ്ത്രത്തെയും ബൈബിളിനെയും കൂടെ ഒക്കെ എങ്ങനെയും ഒന്ന് കൂട്ടിക്കുഴച്ചിട്ട് നാണക്കേട് ഒഴിവാക്കി മാന്യന്മാരായിട്ട് നടക്കാനുള്ള ശ്രമമാണിത്. അതിനാൽ ഭൂമിയിലെ ആദ്യത്തെ പാപം ആദാം ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് ഗ്യാപ് തിയറി ശരിയല്ല. ഇനിയും സൂര്യനും ചന്ദ്രനും മുമ്പ് രാവും പകലും എങ്ങനെയുണ്ടായി? അയ്യോ, ഭയങ്കര ചോദ്യം അല്ലേ? ഏത് ദിവസമാണ് സൂര്യനും ചന്ദ്രനും ഉണ്ടായി? ഉറങ്ങാതിരിക്കണേ, കുറേ ചോദ്യങ്ങളോട് ചോദിക്കാം. 4-ാം ദിവസം അല്ലേ? 4-ാം ദിവസമാണ് സൂര്യനും ചന്ദ്രനും ഉണ്ടായി. രാത്രിയും പകലും ഉണ്ടായതോ 1-ാം ദിവസം. തെറ്റിയില്ലേ? സൂര്യനും ചന്ദ്രനും ഇല്ലാതെ രാത്രിയും പകലും ഉണ്ടാകുമോ? പറ്റുമോ? യെസ് ഓർ നോ? അതെങ്ങനെ പറ്റും? പറ്റിയെന്ന് എഴുതിയിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ താങ്ക് യു. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് ശരിയായിരിക്കണം. പക്ഷെ നമുക്ക് വെളിയിലുള്ളവരോട് അങ്ങനെ പറയാൻ പറ്റുമല്ലോ. എങ്ങനെ പറയും? ക്ലാസ്സിൽ ടീച്ചറിനോട് തർക്കിക്കുമ്പം അല്ലേ എങ്ങനെ പറയും? ഓക്കെ, എല്ലാ അടിസ്ഥാന സൃഷ്ടികളും ആദ്യ ദിവസമാണ് നടന്നത്. ഹീബ്രു ഭാഷയിൽ ബാര എന്നുള്ള വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ബാര സൃഷ്ടിച്ചു. ക്രിയേറ്റഡ്. മലയാളത്തിൽ ക്രിയേറ്റഡ്, ഇംഗ്ലീഷിൽ ക്രിയേറ്റഡ്, മലയാളത്തിൽ സൃഷ്ടിച്ചു, ഹീബ്രുവിൽ ബാര. അത് ഒറിജിനൽ ക്രിയേഷനെ കുറിച്ചുള്ള വാക്യമാണ്. ഒറിജിനൽ ക്രിയേഷൻ ദൈവം തൻ്റെ സർവശക്തി ഉപയോഗിച്ച് അത്ഭുതമായിട്ട് 1-ാം ദിവസം നടത്തി. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സൃഷ്ടിച്ചു. ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഭൂമി മാത്രം സൃഷ്ടിച്ചാൽ ഇതെങ്ങനെ നിൽക്കും? ഈ ഭൂമി എങ്ങനെയാണ് നിൽക്കുന്നേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലേ, സൂര്യന് ചുറ്റും കറങ്ങുന്ന. സൂര്യൻ ഭൂമിയെ ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ നമ്മളൊരു കല്ല് ഒരു വള്ളിയിൽ ചുറ്റി ഇങ്ങനെ കറക്കുക എന്ന് വെച്ചു, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ വള്ളി ഉള്ളത് കൊണ്ടാണ് കല്ല് കറങ്ങുന്നേ എന്ന് പറഞ്ഞതുപോലെ സൂര്യൻ്റെ ചുറ്റും ഭൂമി കറങ്ങുന്നത് സൂര്യൻ്റെ ആകർഷണം കൊണ്ടാണ്. നമുക്ക് കാണാൻ മേലാത്തൊരു വള്ളി കെട്ടി സൂര്യൻ ആകർഷണ ശക്തി എന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ കെട്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ
ആകാശവും ഭൂമിയും മാത്രമായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പം ഒന്നാമത്തെ ദിവസം തന്നെ സൃഷ്ടി നടന്നു. കാരണം അതിനുപയോഗിച്ചിരിക്കുന്ന വാക്കും അതാ. മാത്രമല്ല, ഈ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ഈ ബാര എന്നുള്ള വാക്ക് വരുന്ന 21-ാം വാക്യത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷികളെയും മത്സ്യങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നു. അതുവരെ എല്ലാം ആശ അല്ലെങ്കിൽ മെയ്ഡ് എന്നുള്ള വാക്യമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം തുടർന്നുള്ള എല്ലാ മാറ്റങ്ങളും ആസ എന്ന് പറയുന്ന വാക്കുകൾ ഹീബ്രുവിലാണ്. അതിന് മലയാളത്തിൽ എന്നാ? ഉണ്ടാക്കി. ഒറിജിനലിൽ ആസ, ഇംഗ്ലീഷിൽ മെയ്ഡ്. ക്രിയേറ്റ് അല്ല, അല്ലേ? എല്ലാവരുടെയും ബൈബിൾ നോക്കിക്കോ വേണമെങ്കിലൊന്ന്. ഒന്നാം വാക്യത്തിൽ മാത്രം ബാര അല്ലെങ്കിൽ ക്രിയേറ്റഡ് അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്നുള്ള പദം ഉപയോഗിച്ച 21-ാം വാക്യം വരെ പിന്നെ ആ പദം ഉപയോഗിച്ചിട്ടേയില്ല. ഉണ്ടാക്കി എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്നാ? ഈ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുക എന്നുള്ള പദം ഉപയോഗിച്ചൊരു പദ്ധതിയെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. എന്തുവാ? മേക്ക് ഇന്ത്യ, മേക്കിംഗ് ഇന്ത്യ, അല്ലേ? അതെന്തോ ഈ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഒരു ഇരുമ്പ് കഷ്ണം എടുത്തിട്ട് അടിച്ചു പരത്തി ഒരു കത്തിയാക്കുക. അപ്പം ഇരുമ്പിനെ മേക്ക് ചെയ്ത് കത്തിയാക്കുക, അതാണ് മേക്കിംഗ്. അതേസമയത്ത് ആ ഇരുമ്പിനെ തന്നെ ഉണ്ടാക്കുക എന്നെങ്കിൽ അത് സൃഷ്ടി. മനസ്സിലായോ? സൃഷ്ടി ഒരു സാധനത്തെ പുതിയതായിട്ടുണ്ടാക്കുന്നതാണ്. മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. 1-ാം ദിവസത്തിന് ശേഷം സൃഷ്ടി എന്നുള്ള പദമേ ഉപയോഗിച്ചിട്ടില്ല 21-ാം വാക്യം വരെ. അതുവരെ മെയ്ഡ് എന്നുള്ള പദം ഉപയോഗിച്ചു. അതിൻ്റെ അർത്ഥം എന്നാ? അതിനുശേഷം ഇതിനെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ അതുല്യ ശക്തി ഉപയോഗിച്ച്, മിറക്കിൾസ് ഉപയോഗിച്ച് 1-ാം ദിവസം താൻ ഉണ്ടാക്കിയ ലോകത്തിന് വ്യതിയാനം വരുത്തി ട്രാൻസ്ഫോം ചെയ്ത് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കത്തക്ക വിധത്തിൽ എത്തിച്ചു മാറ്റുകയായിരുന്നു ദൈവം ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? 1-ാം വാക്യത്തിൽ സൃഷ്ടി. നമ്മളിപ്പം ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചാൽ അതിനെന്താ പറയുന്നത്? അവൻ ആ ചിത്രത്തിൻ്റെ അടിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതുമോ? ഇല്ല, അത് ക്രിയേഷനാണ്. ഇറ്റ് വാസ് നോട്ട് ദെയർ. അല്ലെ ഒരു പോയട്രി, ഒരു കവിത, അത് ക്രിയേഷനാണ്. പക്ഷേ ഒരു ഇരുമ്പടിച്ചൊരു കത്തിയാക്കിയാൽ അത് മേക്കിംഗ്. അപ്പം ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ തന്നെ ഈ പ്രപഞ്ചത്തിലെ മുഴുവനെയും ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഈ ബൈബിളിൽ ആകാശമെന്ന് പറയുന്നത് ഒരു വിധാനത്തെ അല്ല. നമ്മുടെ റൂഫ് പോലുള്ള ഈ ഭൂമിയുടെ മുകളിൽ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, ഈ ഭൂമിയുടെ മുകളിൽ ഒരു റൂഫ് ഉണ്ടാക്കി എന്നുള്ള അർത്ഥത്തിലേ അല്ല ആകാശമെന്നുള്ള പദപ്രയോഗം. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, എന്താ പറയുന്നേ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാവിലെ മാങ്ങ നോക്കുക എന്ന് പറഞ്ഞതുപോലെ, മാങ്ങ എങ്ങനെ മാവിൻ്റെ ഭാഗമായിരിക്കുന്നു അതുപോലെ ആകാശത്തിൻ്റെ കമ്പോണൻസ് ആണ്, ഘടകങ്ങളാണ് നക്ഷത്രങ്ങളൊക്കെ. സൂര്യനും ചന്ദ്രനും ഒക്കെ ആകാശത്തിൻ്റെ ഭാഗമാ. ഇപ്പം മാവെന്ന് പറഞ്ഞാൽ മാങ്ങ അതിനകത്ത് ഉൾപ്പെടും എന്ന് പറഞ്ഞ പോലെ ആകാശമെന്ന് പറയുമ്പോൾ ഈ സ്പേസിലുള്ള സകല ദൈവിക സൃഷ്ടി ഉൾപ്പെടുത്തിയാണ് വചനത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള അനേക യൂസേജസ് ആകാശം എന്ന് പറയുമ്പോൾ മുകളിൽ കാണുന്നതെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് വേളി പറഞ്ഞത്. അപ്പോൾ 1-ാം ദിവസം ഇതെല്ലാം സൃഷ്ടിച്ചു. തുടർന്നുള്ള എല്ലാ മാറ്റങ്ങളും ആസ എന്നുള്ള പദം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനും ചന്ദ്രനും ആദ്യ ദിവസം തന്നെ സൃഷ്ടിക്കപ്പെട്ടെങ്കിലും ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി ദൃശ്യമായിരുന്നില്ല. അതിന് തെളിവ് വല്ലതും ഉണ്ടോ? 1-ാമത്തെ ദിവസം ഭൂമി, 2-ാം വാക്യം, പാഴും ശൂന്യമായിരുന്നു. പിന്നെ ആഴത്തിന്മേൽ ഇരുൾ വ്യാപിച്ചിരുന്നു. ഇരുളുകൊണ്ട് ഭൂമിയെ മൂടിയിരുന്നു, അല്ലെങ്കിൽ മേഘം കൊണ്ട് ഭൂമിയെ മൂടിയിരുന്നു. നിങ്ങൾ സൂര്യൻ കണ്ടിട്ട് എത്ര ദിവസമായി? ഇപ്പം ഇന്നലെ കണ്ടോ ആരെങ്കിലും സൂര്യനെ? ഇന്നലെ കണ്ടോ? ഇന്നലെ സൂര്യനെ കണ്ടവരൊന്ന് കൈ പൊക്കിക്ക്. ഒരാൾ കണ്ടിട്ടുണ്ട്, ബാക്കി മിക്കവാറും പേര് കണ്ടില്ല. എന്നാ ഇപ്പം സൂര്യനെ കാണാൻ ഈ പ്രയാസം? മഴമേഘങ്ങളും ഉണ്ടല്ലേ? മേഘാവൃതമായ ഒരു അന്തരീക്ഷത്തിൽ
സൂര്യനെ കാണാൻ പറ്റുകയില്ല. നമ്മുടെ മൺസൂൺ കാലത്തിൻ്റെ അനേക മടങ്ങ് മേഘാവൃതമായിരുന്നു ഒന്നാം ദിവസം. ഇരുള് മൂടിക്കെട്ടി, കമ്പിളിപ്പുതപ്പുകൊണ്ട് മൂടുന്നത് പോലെ ഭൂമിയെ മൂടിക്കെട്ടിയിരിക്കുകയായിരുന്നു. ദൈവം എന്നോ ചെയ്തു? അനുക്രമമായിട്ട് ആ ഇരുള് അല്ലെങ്കിൽ ആ മേഘത്തിന് കട്ടി കുറച്ച് കൊണ്ടുവന്നു. അവൻ്റെ അത്ഭുത ശക്തി കൊണ്ട്, ദൈവത്തിൻ്റെ സർവശക്തിത്വം ഉപയോഗിച്ച് ഈ മേഘത്തിൻ്റെ കട്ടി കുറച്ച് കൊണ്ടുവന്നു. 4-ാം ദിവസം ആയപ്പോഴത്തേക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ സൂര്യനെ കാണാമെന്ന അവസ്ഥ വന്നു. അതാണ് 4-ാം ദിവസം ഗോഡ് മെയ്ഡ് സൺ ആൻഡ് മൂൺ ആൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞിരിക്കുന്നേ. ക്രിയേറ്റ് ചെയ്തെന്നല്ല, അത് ഭൂമിയിൽ നിന്ന് കാണാവുന്ന മട്ടിലാക്കി. ഈ ഒരു കത്തി, ഒരു ഇരുമ്പ് കഷ്ണം ഒരു കത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിനെ വേറൊരു പർപ്പസിന് വേണ്ടി ഒരുക്കുക, പുതിയതായിട്ടുണ്ടാക്കുകയല്ല, അതിന് രൂപഭേദം വരുത്തി ഒരു കത്തിയാക്കി മാറ്റുക, പുതിയൊരു പർപ്പസിന്, ഒരു പുതിയ കാര്യത്തിന് വേണ്ടി നിയമിക്കുക, അല്ലേ? ഇനിയും തൊട്ട് പച്ചക്കറി അരിയാൻ അല്ലെങ്കിൽ ഇറച്ചി അരിയാനുള്ള ഉപകരണമാക്കി ഒരു ഇരുമ്പ് കഷ്ണത്തെ മാറ്റുക, പുതിയൊരു അപ്പോയിൻമെൻറ്റ് കൊടുക്കുക. ഇതേ അർത്ഥത്തിൽ സങ്കീർത്തനം 104:19 നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. അവിടെയും ഈ ആശ എന്നുള്ള പദം തന്നെയാണ്, ആസ എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാലനിർണയത്തിനായിട്ട് ചന്ദ്രനെ നിയമിച്ചു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചന്ദ്രന് 104-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, കാലനിർണയം എന്നുള്ളൊരു ഡ്യൂട്ടി കൊടുത്ത് അപ്പോയിൻ്റ് ചെയ്തു. നമ്മളെ ഒരാളെ ടീച്ചറായിട്ട് അപ്പോയിൻ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൃഷ്ടിച്ചെന്നാണോ? നിയമിച്ചെന്ന് അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മെയ്ഡ് മീ എ ടീച്ചർ, ക്രിയേറ്റഡ് മീ എ ടീച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. സൂര്യനെയും ചന്ദ്രനെയും 4-ാം ദിവസം പുതിയ റോള് കൊടുക്കുക. ഭൂമിയിൽ കൂടുതൽ വെളിച്ചം വേണം, ഭൂമിയിൽ കാലനിർണയത്തിനായിട്ട് സീസൺസൊക്കെ നിശ്ചയിക്കാൻ ഒരു ഗൈഡിങ് പോയിൻ്റായിട്ട് ഈ കടൽ യാത്രികരൊക്കെ പണ്ട് കോമ്പസ് ഇല്ലാത്ത കാലത്തൊക്കെ കാലനിർണയവും ടൈമിൻ്റെ നിർണയത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന സൂര്യേന്ദ്രന്മാരെയാണ്. അപ്പോൾ 1-ാം ദിവസം കഴിഞ്ഞ് ദൈവം തൻ്റെ അത്ഭുത ശക്തി ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തി എടുത്ത് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുക ചെയ്തത്. പക്ഷേ മനുഷ്യനെ ഒറിജിനൽ ക്രിയേഷൻ തന്നെയാണ്, കാരണം അവനിൽ ആത്മാവുണ്ട്, അതുകൊണ്ട് ഒറിജിനൽ ക്രിയേഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ 2-ാമത്തെ ദിവസം വായിക്കുന്നുണ്ട്, അവന് ആകാശത്തെ സൃഷ്ടിച്ചപ്പോൾ ആകാശത്തിന് മുകളിലുള്ള വെള്ളവും താഴെയുള്ള വെള്ളവും ഉണ്ടോ? ഉണ്ട്. മുകളിലും വെള്ളം, താഴെയും വെള്ളം. താഴെയുള്ള വെള്ളം കടലിൽ കിടക്കുന്നു, മുകളിലുള്ള വെള്ളം മേഘമായിട്ടിരിക്കുന്നു. അതെവിടെ പോയി? ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ. പാകപ്പാടെ കുറച്ച് മഴമേഖലകൾ കാണും, അല്ലേ? ഈ പറയുന്ന പോലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 2-ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന പോലെ വലിയ വെള്ളമൊന്നും മുകളിൽ കാണുന്നില്ലല്ലോ. തെറ്റുപറ്റിയതാണോ? എന്ത് ചെയ്യാ വെള്ളം? മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ദൈവം അതിനെയാണ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ഭൂമിയിലേക്ക് പെയ്ച്ചത്. അപ്പം ആദാം തൊട്ട് നോഹ വരെ വളരെ കട്ടിയുള്ളൊരു മേഘം മുകളിലുണ്ടായിരുന്നു, പക്ഷെ കഷ്ടിച്ച് സൂര്യനെ കാണാവുന്ന അവസ്ഥയായിരുന്നു. മനസ്സിലായോ? നോഹയുടെ കാലത്ത് മനുഷ്യൻ്റെ പാപം കഠിനമായിട്ട് വർദ്ധിച്ചപ്പോൾ ദൈവം അതിനെ അയച്ച് ഈ ലോകത്തെ കുറ്റം വിധിച്ചു, ശിക്ഷിച്ചു. ഇനി ഇത് വിശ്വസനീയമാണോ? നോഹയുടെ കാലം വരെ എത്രയൊക്കെ ആയിരുന്നു ആയുസ്? ആദാം എത്ര വർഷം ജീവിച്ചു? 930. അതിൽ കൂടുതൽ ജീവിച്ച ആരെങ്കിലും ഉണ്ടോ? മെഥൂശല എത്ര? 969. പിന്നെ ആരെങ്കിലും? മെഥൂശലഹിനും ആദാമിനും ഇടയ്ക്കുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു യാരദ് അപ്പച്ചൻ ഉണ്ടായിരുന്നു, അല്ലേ? യാരദ്, ആരദല്ല, ഒരു യാരദ് അപ്പച്ചൻ. അപ്പച്ചൻ 962 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അപ്പം 1000 വർഷമൊക്കെ ആയിരുന്നു അന്നത്തെ ആയുസ്, പാപം ചെയ്തിട്ട് പോലും. പിന്നെ എന്തേ കുറഞ്ഞ്? നോഹ വരെ ഇത് തുടർന്നു, പിന്നെ കാണുന്നില്ല. എന്തു പറ്റി? എന്നാ വയസ്സ് പറയാൻ കാരണം? വല്ല പിടിയുണ്ടോ? നമുക്കുണ്ടായിരുന്ന ഒരു കവചം നഷ്ടപ്പെട്ടു നോഹയുടെ പ്രളയകാലത്ത്. നോഹയോട് തന്നെ ദൈവം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആയുസ് 120 വർഷമാകും.
അത് 100 വർഷത്തിന് ശേഷം പ്രളയമാകുമെന്നുള്ള അർത്ഥവും അതിനുണ്ട്. ഞാൻ നിൻ്റെ ആയുസ് കുറയ്ക്കാൻ പോവുകയാണെന്നുള്ള അർത്ഥവുമുണ്ട്. നോഹ കഴിഞ്ഞ് ഒരു 4 തലമുറയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്, 5-6 തലമുറയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 100, 110, 120 അല്ലേ? മോശെ അപ്പച്ചൻ എത്ര വരെ ജീവിച്ചു? 120. ജോസഫ് അപ്പച്ചനാന്നേലോ 110 അല്ലേ? അതെന്നാ അങ്ങനെ കുറഞ്ഞ്? നമുക്കുണ്ടായിരുന്ന ഒരു കാനോപ്പി അങ്ങ് പോയി അല്ലേ? കുട നഷ്ടപ്പെട്ടു. ആ മേഘമെല്ലാം വെള്ളമായി ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് എന്താ കുഴപ്പം? ഇതുണ്ടായിരുന്ന എന്നാ ഗുണം? ഒരു മേഘക്കവർ ഉണ്ടായിരുന്ന എന്നാ ഗുണം? അയ്യോ, പറയുന്നേ ബയോളജിയിലൊക്കെ പഠിച്ചാ, ബയോളജിയിലും ഫിസിക്സിലൊക്കെ പഠിച്ചതാ. റേഡിയേഷൻ വരത്തില്ലായിരുന്നു അല്ലേ? ഈ സൂര്യപ്രകാശത്തിൽ UV റേഡിയേഷനും എക്സ് റേഡിയേഷനും ഇൻഫ്രാറെഡ് റേഡിയേഷനും ഒക്കെ ഉണ്ട്. അതിങ്ങനെ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് മ്യൂട്ടേഷനൊക്കെ വന്ന് നമ്മൾ രോഗികളായിട്ട് തീർന്ന് ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് കാണുന്ന അനേക രോഗങ്ങൾ ഈ റേഡിയേഷൻ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ക്യാൻസർ പോലുള്ള പല രോഗങ്ങൾ. പക്ഷേ ദൈവം സൃഷ്ടിച്ച ആദ്യകാലത്ത് ഈ ഭൂമി വളരെ നല്ലൊരു ഭൂമിയായിരുന്നു. പെർഫെക്റ്റ് എർത്തായിരുന്നു. മുകളിൽ ഒരു നല്ല കവറ്. എന്നാൽ സൂര്യനെ കാണാനും പറ്റും. ആവശ്യത്തിന് ചൂടൊക്കെ എത്തും. സസ്യങ്ങൾക്ക് വളരാൻ കൊള്ളാം. എന്നാൽ നമ്മളെ രോഗികളാക്കുന്ന ഈ റേഡിയേഷൻസ് ഇല്ലായിരുന്നു. അയ്യോ, ബൈബിൾ എത്ര മനോഹരമായിട്ടല്ലേ ഒരു സയൻസിൻ്റെ പേപ്പർ വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റുമല്ലേ? എന്നാലോചിച്ച് നോക്കി, ഇതെല്ലാം കൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കിക്കേ. ആകാശത്തിൻ്റെ മുകളത്തെ വെള്ളം, താഴത്തെ വെള്ളം. അപ്പം ചിലപ്പം നിരീശ്വരവാദികളൊക്കെ ചോദിക്കും, മുകളിൽ എവിടെയാടാ വെള്ളം? അവിടെ എന്നാ ലേക്ക് കെട്ടിയിട്ടിട്ടുണ്ടോ? ഉണ്ട്, മേഘത്തിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇതാ നോഹയുടെ കാലത്ത് ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന പോലെ അങ്ങ് വിട്ടെന്ന മേഘവിസ്ഫോടനം പോലെ ഈ ലോകത്തിലേക്ക് അങ്ങ് ക്ലൗഡ് ബേഴ്സ്റ്റ് പോലെ ലോകത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞു. ലോകത്തെ ന്യായം വിധിച്ചു. ഇതെല്ലാം കൃത്യമായിട്ട് നമുക്കൊരു ജിക്സോ പസിൽ പോലെ അന്യോന്യം ചേർത്ത് വെച്ച് ഒരു ശാസ്ത്ര വിദ്യാർത്ഥി ശാസ്ത്രത്തിലെ ഒരു ഏട് വായിക്കുന്ന പോലെ വായിച്ച് മനസ്സിലാകത്തക്ക വിധത്തിൽ മനോഹരമായിട്ടുള്ള ചിന്തകളാണ് നമുക്ക് കിട്ടുന്നത്. 4-ാം ദിവസം ആ ദൃശ്യമാകുകയും അന്നേ ദിവസം അവരുടെ ചുമതലയേറ്റ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. സൂര്യനും ചന്ദ്രനും ഒക്കെ 4-ാം ദിവസം കാലനിർണയത്തിനും അതുപോലെ മറ്റു ഡ്യൂട്ടികളുമൊക്കെ ഏറ്റെടുത്തുന്നേയുള്ളൂ. അവയെ സൃഷ്ടിച്ച 4-ാം ദിവസം അല്ല, 1-ാം ദിവസമാണ്. പക്ഷേ ദൈവം തൻ്റെ ശക്തി ഉപയോഗിച്ച് അനുക്രമമായിട്ട് അതിനെ വ്യതിയാനപ്പെടുത്തി ഇന്നത്തെ നിലയിലാക്കുക. ഇനിയും ശാസ്ത്രം തെളിയിക്കുന്നത് പ്രപഞ്ചം വളരെ പുരാതനമാണെന്നാണ്. ബൈബിൾ ഒരു പ്രായം കുറഞ്ഞ ഭൂമിയെക്കുറിച്ച് പറയുന്നു. നാം ശാസ്ത്രത്തെ അംഗീകരിക്കുകയും ബൈബിൾ വിവരണത്തെ നിരസിക്കുകയും ചെയ്യേണ്ടതല്ലേ? യങ് എർത്ത്, ഓൾഡ് എർത്ത് കോൺട്രോവേഴ്സി. ഒരു കൂട്ടർ പറയുന്നേ നിങ്ങളുടെ ബൈബിള് വെറും പൊട്ട പുസ്തകമാണ്. കണ്ടില്ലേ, ശാസ്ത്രം തെളിയിച്ചു 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ്ങിൽ നിന്ന് മഹാവിസ്ഫോടനത്തിൽ നിന്ന് ആ ഭൂമി ഉണ്ടായിരുന്നു. ചേട്ടാ, നിൻ്റെ ബൈബിളിൽ 6000 എന്നും പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുക. പണ്ട് ഈ കത്തോലിക്ക പള്ളിയിലൊക്കെ കല്യാണം നടത്തണമെങ്കിൽ അവരൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ചോദ്യമൊക്കെ ചോദിച്ചു പിന്നെ ബൈബിളൊക്കെ പഠിച്ചിട്ടുണ്ടോ, പ്രമാണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. നമുക്കുണ്ട് പ്രീ മാരിറ്റലൊക്കെ അല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഒരുത്തൻ കയറിപ്പോയി. അവനോട് ചോദിച്ചടാ, എത്ര കൽപ്പനകളാണ് ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് കൊടുത്തേ? അവൻ പറഞ്ഞു 50. അച്ഛൻ പറഞ്ഞു രക്ഷയില്ല. അവനിപ്പോൾ 60 പറഞ്ഞു നോക്കി. 70 പറ്റില്ല, നീ പോയി ഒക്കെ പഠിച്ചേച്ച് പാടാന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്തവൻ ഇൻ്റർവ്യൂവിന് വരുന്നേ അച്ഛൻ്റെ അടുത്ത് വരിക. അപ്പോൾ അവനോട് ചോദിച്ചാൽ എന്തോ ആടാ അച്ഛൻ ചോദിക്കുന്നേ? നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്നവരോട് ചോദിക്കുക എന്തൊക്കെ ചോദ്യമാണ് ചോദിക്കുന്നേ? അപ്പോൾ ഇവൻ പറഞ്ഞു ഇങ്ങനെ പ്രമാണങ്ങൾ എത്രയാന്ന്, കൽപ്പനകൾ എത്രയാന്ന് ചോദിച്ചു. അപ്പം മറ്റേ ആൾ, പുതിയ ആൾ പറഞ്ഞിട്ടാ അത് 10 ആൻസർ. അപ്പോൾ അവൻ പറയുക ഇല്ല, ഞാൻ 70 വരെ പറഞ്ഞു നോക്കിയിട്ട് അച്ഛൻ സമ്മതിച്ചില്ല, പിന്നാണ് നീ 10 കൽപ്പനകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞതുപോലാണ് ഈ ബൈബിളിൻ്റെ കാലത്തെക്കുറിച്ച് 6000 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. ഈ രണ്ടാമത്തെ മണ്ടൻ പറഞ്ഞതുപോലെ 10 കൽപ്പനയെന്ന് പറഞ്ഞ പോലെ മണ്ടത്തരമാകുമോ എന്നുള്ള പേടിയില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കലാലയങ്ങളിൽ ഇരിക്കുന്നേ. എങ്ങനെ പറയും? 1380 കോടി എന്ന് പറയുന്നിടത്ത് ഞാൻ എങ്ങനെ ഈ 6000 കൊണ്ടുപോകും? ആ അവസ്ഥയിലാണ്. അപ്പം ഇതിലേതാ? ഇത്
നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ നമ്മുടെ ഇവരും തിയീസ്റ്റിക് എവല്യൂഷൻകാരും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. 13.8 4.6 കോടി വർഷങ്ങൾ പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും പ്രായമായി പ്രപഞ്ചശാസ്ത്രജ്ഞന്മാർ നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ പ്രായം 13.8 കോടിയാണ്. ഭൂമിയുടെ പ്രായം 4.6 കോടി വർഷമാണ്. 400 കോടി വർഷം, 460 കോടി വർഷം. 4.6 അല്ലേ കേട്ടോ. 460, മറ്റേത് 1380 കോടി വർഷങ്ങളാണ്. ഇങ്ങനെ എവിടെയെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ പ്രപഞ്ചത്തിന്? ഉണ്ടായിരുന്നെ പഞ്ചായത്തിൽ ചെന്ന് മേടിക്കായിരുന്നല്ലേ. അങ്ങനെയൊന്നുമില്ല. ഇവരത് കണ്ടുപിടിച്ചിട്ടുണ്ടോ കൃത്യമായിട്ട്? റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് ടെക്നിക്കുകളുള്ള ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചാണ് മുകളിൽ പറഞ്ഞ ഡേറ്റിങ്ങിൽ എത്തിച്ചേർന്നെന്ന് നിരീശ്വര പ്രകൃതി ലോബി ബോധപൂർവ്വം ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ചിന്തിക്കുന്നത് റേഡിയോ ആക്ടിവിറ്റിയൊക്കെ വെച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രായം കൃത്യമായിട്ട് കണക്കാക്കി വെച്ചേക്കുക. നമ്മളെവിടെയെങ്കിലും പ്രായം തെളിയിക്കണേ SLC ബുക്കിൻ്റെ 1-ാം പേജ് കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഇവന്മാരുടെ ഡേറ്റയിലുണ്ടെന്ന് ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചേക്കുകയാണെന്ന് വിചാരിച്ചിരിക്കുക. ആണോ? അത് വെറും കള്ളത്തരമാണ്. അത് സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും പ്രായം നിർണ്ണയിക്കുന്നത് സൈദ്ധാന്തിക ഊഹത്തെ അടിസ്ഥാനമാക്കിയ ഒരു തിയററ്റിക്കൽ സ്പെക്കുലേഷനാണ്. ഭൂമിയുടെ ഏജും അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഏജും കണ്ടുപിടിച്ചിരിക്കുന്നത് സ്പെക്കുലേഷനാണ്, ഊഹമാണ്. അത് ഒരു ചില തിയറികളുടെ അടിസ്ഥാനത്തിൽ ആണ്. പ്രപഞ്ചശാസ്ത്രജ്ഞന്മാർ 2 മാനദണ്ഡം ഉപയോഗിച്ചാണ് പ്രായം കണക്കാക്കുന്നത്. ഒന്ന്, ഏറ്റവും പഴയ നക്ഷത്രങ്ങൾക്ക് എന്ത് പ്രായമായി. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ വികസനത്തിൻ്റെ തോത് വെച്ച് പുറകോട്ട് കണക്ക് കൂട്ടി മഹാവിസ്ഫോടനത്തിലേക്ക് എത്ര വർഷം എടുത്തിരിക്കണം. 2 കണക്ക്. ഒന്ന്, നക്ഷത്രങ്ങളുടെ പ്രായം വെച്ച് ഏറ്റവും പഴയ നക്ഷത്രത്തിന് 1380 കോടി വർഷമായെങ്കിൽ പ്രപഞ്ചത്തിന് 1380 കോടി വർഷമായി. അങ്ങനെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇപ്പം പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര സ്പീഡിൽ വികസിച്ചുകൊണ്ടിരിക്കുക. ബലൂൺ ഊതി വീർപ്പിക്കുന്ന പോലെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ വികസിച്ചുകൊണ്ടിരിക്കുക. നക്ഷത്രങ്ങളുമൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറമോട്ട് കണക്കാക്കി ഇന്നലെ എത്ര വലിപ്പം കാണും, മിനിഞ്ഞാന്ന് എത്ര കാണും. അങ്ങനെ 1380 കോടി വർഷം മുമ്പ് ഇതൊരു പോയിൻ്റ് ആയിരിക്കണം. അങ്ങനെയാണ് ഇവർ കണക്കാക്കുന്നത്. മനസ്സിലായോ? 2 മാർഗം. ഒന്ന്, ഏറ്റവും പഴയ നക്ഷത്രത്തിന് എന്ത് പ്രായമുണ്ട്. 2, ഈ പ്രപഞ്ചത്തിൻ്റെ വികസനത്തിൻ്റെ തോതറിയാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും വികസിച്ച് വരാൻ എത്ര വർഷം എടുത്തു. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ 1000 രൂപയുണ്ട്. നമ്മൾ 100 രൂപ വെച്ച് ചിലവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 1000 രൂപയുണ്ടായിരുന്നു, 100 വെച്ച് ചിലവാക്കി. ഇന്ന് കയ്യിൽ 500 ഉണ്ടെങ്കിൽ എന്നാ ചിലവാക്കി തുടങ്ങിയെന്ന് കണ്ടുപിടിക്കുക അല്ലേ? 5 ദിവസം മുമ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ വികസനത്തിൻ്റെ സ്പീഡും അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ സൈസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുറമോട്ട് കണക്കാക്കി ഇത് എത്ര വർഷം കൊണ്ടാണ് ഇത്രയും വികസിച്ച് വന്നെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 2 മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാൽ ഇത് 2ഉം തിയറിറ്റിക്കലാണ്. അല്ലാതെ കൃത്യമായിട്ട് എടാ നക്ഷത്രമേ നിൻ്റെ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ പറയാനുള്ള ടെക്നിക്കുകളൊന്നുമില്ല. അതിന് റെഡ് ഷിഫ്റ്റ് ഇതുപോലെയൊക്കെയുള്ള പരിപാടികളാണ്. അതിൻ്റെ ഇതിലേക്ക് വേണ്ട. അപ്പം ഈ 2 ടെക്നിക്കുകൾ ഉപയോഗിച്ചും കണ്ടുപിടിക്കുന്നത് വെച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന പ്രായം വ്യത്യസ്തം. നക്ഷത്രത്തിൻ്റെ പ്രായം കണക്ക് കൂട്ടുന്നതും അതുപോലെ തന്നെ വികസനത്തിൻ്റെ ആ കണക്ക് വെച്ച് കൂട്ടുന്നതും നക്ഷത്രത്തിൻ്റെ പ്രായം വെച്ച് കൂട്ടിയാൽ 18 ബില്യണ്. അതേ സമയത്ത് ഈ വികസനത്തിൻ്റെ വെച്ച് കൂട്ടിയാൽ 9. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു 14 അങ്ങ് കൂട്ടി വെച്ചേക്കുക. ഇരിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 2 മാർഗം. ഒന്ന്, ഏറ്റവും പഴയ നക്ഷത്രത്തിന് ഇത്രയും പ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് ഇത്ര വർഷമായിരിക്കും. 2, ഇത് വലിയ സ്പീഡിൽ വികസിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കറിയാം എത്ര സ്പീഡെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വികസിച്ച് വരാൻ എത്ര കാലം എടുത്തിരിക്കണം അത് കണക്കാക്കാം. അപ്പോൾ അങ്ങനെ 2 മാർഗങ്ങളും കണക്കാക്കും. ഒന്ന് 9 ബില്യനും, ഒന്ന് 18 ബില്യനുമാണ്. അപ്പോൾ ഇത് വിശ്വസനീയമാണോ? എന്നിട്ട് ഇവരെല്ലാം കൂടെ വട്ടം കൂടി 13.8 എന്നൊരു കണക്കങ്ങ് ചെയ്തിരിക്കുക. മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ പ്രായം നക്ഷത്രങ്ങളുടെ പ്രായത്തെക്കാളും കുറവായിരിക്കണം. പിന്നെ
എല്ലാ കാലത്തും ഒരേ വേഗതയിലാണ് ഈ പ്രപഞ്ചം വികസിച്ചെന്ന് ഇവർ സങ്കല്പിക്കുക. എല്ലാ കാലത്തും ഒരേ സ്പീഡിലാണ്. പക്ഷേ അങ്ങനല്ല. ശാസ്ത്രത്തിൽ തന്നെ ഒരു ഇൻഫ്ലേഷൻ പീരീഡ് ഉണ്ട്, ശീഘ്രവികാസം പീരീഡ് പറയുന്നുണ്ട്. ഒരു സമയത്ത് ഭയങ്കര സ്പീഡായിരുന്നു ഇപ്പോഴത്തേനേക്കാളും. മഹാവിസ്ഫോടനം കഴിഞ്ഞ് കുറേ കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സ്പീഡിൽ വികസിച്ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് സാധാരണ സ്പീഡായി. അതെങ്ങനെ കണക്ക് കൂട്ടുന്നു? അതിനാണ് ഇവന്മാർ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ, ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും കഴിഞ്ഞ 10-40 വർഷമായിട്ട് തിരയുക, എങ്ങും കണ്ടെത്തിയിട്ടില്ല. എങ്ങനെയാ വികസിച്ചേ? വൻ സ്പീഡിൽ വികസിച്ചു. എന്തുകൊണ്ടാണ് വികസിച്ചേ? ഞങ്ങൾക്കറിയാത്ത ഏതാണ്ട് സാധനമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ അങ്ങ് വികസിപ്പിച്ചതാണ്. അപ്പം ഈ പ്രപഞ്ചം ഒരിക്കലും യൂണിഫോമായിട്ടല്ല വികസിച്ചതെന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് വികസനത്തിൻ്റെ സ്പീഡ് വെച്ച് ഇത് വളരുന്നതിൻ്റെ, വികാസത്തിൻ്റെ സ്പീഡ് വെച്ച് കണ്ടുപിടിക്കാൻ ഒരു കാലത്തും പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും ഒരേ വേഗതയിലാണ് വികാസം നടന്നെന്നുള്ള വാദം സ്വീകാര്യമല്ല. അതുകൊണ്ട് ബിഗ് ബാങ് സിദ്ധാന്തത്തെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ കാലനിർണ്ണയം ശരിയല്ല. മാത്രമല്ല ഈ രണ്ട് രീതികളും തെറ്റാണെന്ന് ജെയിംസ് വെബ് ടെലസ്കോപ്പ് തെളിയിക്കുകയും ചെയ്തു. നിങ്ങളൊന്നും പറയുന്ന പോലെ അല്ല പ്രപഞ്ചത്തിൻ്റെ പ്രായം. അത് വളരെ വ്യത്യസ്തമാണ്. ഈ ബിഗ് ബാങ് നടന്നപ്പോൾ തന്നെ അനേക ഗാലക്സികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ബിഗ് ബാങ് എന്നൊക്കെ പറയുന്നത് വെറും സങ്കല്പമാണ്. ഇത് വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് ജെയിംസ് വെബ് തന്നെ പറഞ്ഞു. മാത്രമല്ല 6 ദിവസ സൃഷ്ടി സർവശക്തനും വളരെ ലഘുവായ ഒരു കാര്യമാണ്, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ. അതുകൊണ്ട് ദൈവം 24 മണിക്കൂർ അടങ്ങിയ 6 ദിവസം കൊണ്ടാണ് ദൈവം ഈ സകലത്തെയും സൃഷ്ടിച്ചെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാനായിട്ട് സാധിക്കും. യെസ്, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ വചനം 100% ബിലീവബിളാണ്. മാത്രമല്ല ഈ വേദപുസ്തകം 100% ബിലീവബിളാണ്. ഈ വേദപുസ്തകത്തിലെ ദൈവം സർവശക്തനും സർവജ്ഞാനിയുമാണ്. ഈ വേദപുസ്തകം നമുക്ക് ദാനം ചെയ്ത രക്ഷിതാവായ ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മളെ നടത്തുന്നവനാണ്, നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുന്നവനാണ് എന്ന് ചിന്തിക്കാനായിട്ട് പറ്റും. ദൈവിക പരിണാമവാദികൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെയും പ്രപഞ്ചത്തെയും ജീവനെയും മാത്രം സൃഷ്ടിക്കുന്ന വരെ പരിമിതപ്പെടുത്തുകയും വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ ദൈവം കഴിവില്ലാത്തവനാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഇത് ഈ തീയിസ്റ്റിക് എവല്യൂഷൻകാരെ കുറിച്ചാണ് പറയുന്നത്. അവർ പറയുന്നത് ഈ ഊർജം ഉണ്ടാക്കാൻ, എനർജി ഉണ്ടാക്കാൻ ദൈവം വേണം, പക്ഷെ പിന്നുള്ളതൊക്കെ പരിണാമം വഴിയാണ് ഉണ്ടായത്. ഇത് വെറും മണ്ടൻ ഒരു വിശദീകരണമാണ്. ഈ പ്രപഞ്ചത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രയാസം, ഇമ്പോസിബിലിറ്റി, ഫിസിക്സിനെ സംബന്ധിച്ച് അങ്ങനെ ശൂന്യതയിൽ നിന്ന് ഊർജം ഉണ്ടാകാനേ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുണ്ടാക്കിയ ദൈവത്തിന് പിന്നെ ബാക്കിയുള്ളതിനെ, കുറേ ജീവികളെയൊക്കെ ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ്. പണ്ട് ഒരു മണ്ടൻ ജോലിക്കാരനുണ്ടായിരുന്നു. ഈ പുള്ളിയോട് രാവിലെ കൊച്ചൻ പറഞ്ഞിടാ പോയി തേങ്ങ എറിഞ്ഞിട്ടുണ്ട് വരാനായിട്ട് പറഞ്ഞു. പുള്ളി മെല്ലെ പറമ്പിൽ പോയി തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് രാവിലെ തൊട്ടേറാ. തേങ്ങയല്ലേ, തേങ്ങ അങ്ങനെ കണ്ട് വീഴുമോ? അപ്പം പുള്ളി ഒരു കാര്യം ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് അതിൻ്റെ 95% ഞെട്ട് മുറിച്ച് വെച്ചു. എന്നിട്ട് താഴെ ഇറങ്ങി പിന്നെ കുറേ എറിഞ്ഞ് താഴെ ഇട്ടു. എന്നിട്ട് തേങ്ങയും കൊണ്ട് ചെന്നു. കൊച്ചമേ ഞാൻ തേങ്ങ എറിഞ്ഞിട്ടു. എടാ നിനക്ക് എങ്ങനെ അത് എളുപ്പമായിരുന്നോ? ഇല്ല കൊച്ചമേ, ഞാൻ എൻ്റെ മുകളിൽ കയറി 95% കട്ട് ചെയ്ത് വെച്ചിട്ട് താഴെ വന്ന് എറിഞ്ഞിട്ടതാന്ന് പറഞ്ഞു. അതുപോലെയുള്ള എക്സ്പ്ലനേഷനാണ്. ഈ പ്രപഞ്ചത്തിന് ആവശ്യമായ എനർജി മുഴുവൻ ഉണ്ടാക്കിയത് ദൈവമാണെന്ന് അംഗീകരിച്ചിട്ട്, ഇതാരൊക്കെ അംഗീകരിക്കണം? ശാസ്ത്രജ്ഞനും നിരീശ്വരവാദിയും തീയിസ്റ്റിക് എവല്യൂഷൻകാരനും എല്ലാ വാദികളും അംഗീകരിക്കേണ്ട കാര്യമാണ്. അത് അംഗീകരിച്ച ശേഷം ഈ ജീവികളെ ഒന്നും ഉണ്ടാക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. തീയിസ്റ്റിക് എവല്യൂഷൻകാർ പറയുന്നത് ഒരാദമൊന്നും അല്ലായിരുന്നേ. നിയാണ്ടർത്താൽ വർഗത്തിൽപ്പെട്ട ഒരു 10,000-10,000 ആദന്മാരുണ്ടായിരുന്നു. ആ ആദന്മാരിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായെന്നാണ് തീയിസ്റ്റിക് എവല്യൂഷൻകാർ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സഹോദരനും അങ്ങനെ ഒരു പുസ്തകം എഴുതി, അദ്ദേഹവും ആശയം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ആദമിനെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതൊക്കെ വിശ്വസിക്കാൻ വലിയ പാടാണ്.
പക്ഷേ ഈ പ്രപഞ്ചത്തിന് ആവശ്യമായ എത്ര ഒരു കോടാനുകോടി ആറ്റം ബോംബിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജത്തെക്കാളും അപ്പുറമായിട്ടുള്ള ഊർജത്തെ, എനർജിയെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിന് ഈ സൃഷ്ടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ദൈവത്തെയും ദൈവിക പ്രപഞ്ച സൃഷ്ടിയെയും നിരാകരിക്കുന്ന നിരീശ്വരവാദികളുടെ വാദമാണ് കൂടുതൽ. ഈ തീയിസ്റ്റിക് എവല്യൂഷനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ നിരീശ്വരവാദികളുടെയാണ്. കാരണം അവർ ദൈവം ഈ ഊർജ്ജം ഉണ്ടാക്കിയ ദൈവം, അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കിയ ദൈവമാണെന്ന് പറയുന്നില്ല. പകുതിക്ക് വേണ്ടി എവല്യൂഷൻ പറയുന്നവരല്ല, അവർ ഫുൾ എവല്യൂഷൻ പറയുന്നവർ. അതുകൊണ്ട് അവരാ കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഭൂതകാലത്തും വർത്തമാനകാലത്തിലും ഭാവിയിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ മുഴുവൻ ബൈബിൾ തുറന്നു കാണിക്കും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിൽക്കാനായിട്ട് പോകുന്നില്ല. ഇന്നൊരു പാപിയെ മാനസാന്തരപ്പെടുന്ന എത്ര അത്ഭുതമാണ്. നരകത്തിന് വിധിക്കപ്പെട്ട ഒരാൾ, ഏതൊരു മനുഷ്യനും തൻ്റെ പാപങ്ങൾ നിമിത്തം നരകത്തിന് വിധിക്കപ്പെട്ടവനാണ്. അത് ന്യായമാണോ? ഒരു ആപ്പിള് പറിച്ചു തിന്നെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ ഒരു പറിച്ച് തിന്നെന്നും പറഞ്ഞ ഒരു മനുഷ്യനെ നിത്യകാലം നരകത്തിലിടുന്ന ന്യായമാണോ? ഈ ചോദ്യം ചോദിച്ചിട്ടില്ലേ നിങ്ങളോടാരും? നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ ബൈബിളിൽ പറയുന്നു ദൈവം സ്നേഹമാണെന്ന്. ആ ദൈവം ഒരുപാട് ആളുകളെ കൊണ്ട് നരകത്തിലിട്ട് നിത്യമായിട്ട് തീ കത്തിക്കാൻ പോവാന്ന്. ന്യായമാണോ? ഈ ചോദ്യം കേട്ടിട്ടില്ലേ? ആരും ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. ദൈവം പറയുന്നു ചോദിക്കാറുണ്ട്. എന്താ ഉത്തരം? ഈ പഴം പറിച്ചു നിന്ന് അത്ര ഗൗരവമായിട്ടുള്ള കാര്യമാണോ? ദൈവം എന്തിനാ ഈ മരം സൃഷ്ടിച്ചേ? ചിന്തിച്ചിട്ടുണ്ടോ? ഏദൻ തോട്ടത്തിൽ ഈ മരം സൃഷ്ടിച്ച് വെച്ചാലേ ഈ കുഴപ്പം മുഴുവൻ വന്നേ, അല്ലേ? പണ്ടാരണ്ടരെ നെല്ലെല്ലാം കയറി എലി തിന്നു. അപ്പോൾ ആ പുള്ളി നോഹയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ സ്വയം ചോദിച്ചു, ഈ എലീനെ ഈ നോഹയുടെ പെട്ടകത്തിൽ ആരാ കയറ്റി വിട്ടെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ ഈ ഏദൻ തോട്ടത്തിൽ ഈ കൊനഷ്ട് മരം ഉണ്ടാക്കിയില്ലായിരുന്നേ വല്ല കുഴപ്പമുണ്ടായിരുന്നു? ആ മരം വേണമായിരുന്നോ? വേണോ? അതാണ് പാപികളാക്കിയത് നമ്മളെ, അല്ലേ? ദൈവം ബുദ്ധിയാണോ കാണിച്ചത്? ആണോ? ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരികയെന്ന് വെച്ചോ, ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും, ഞങ്ങൾ പരീക്ഷ നടത്തത്തില്ല, പരീക്ഷയില്ല. സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ പരീക്ഷയില്ല യൂണിവേഴ്സിറ്റി എന്ന് എഴുതുകയും ചെയ്യും. MBBS ബ്രാക്കറ്റിൽ പരീക്ഷയില്ല യൂണിവേഴ്സിറ്റി. നിങ്ങളാരെങ്കിലും ചേരുമോ ആ കോഴ്സിന്? യെസ് ഓർ നോ? അതിന് പരീക്ഷ എന്ന് പറയുന്നത് എന്തൊരു തലവേദനയല്ലേ മോനെ? പരീക്ഷ ഇഷ്ടമാണോ? 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇഷ്ടമായിരുന്നോ? 5-6 പരീക്ഷയും കൂടെ ഉടനെ എഴുതണമെന്നുണ്ടോ ആഗ്രഹം? പരീക്ഷ ആർക്കും ഇഷ്ടമില്ല. നീ എന്നാൽ പരീക്ഷയില്ലാത്ത യൂണിവേഴ്സിറ്റി ചേരത്തില്ല. ഇത് എന്നോ ഡബിൾ സ്റ്റാൻഡേർഡാ. അതെന്നെ അങ്ങനെ പറയുന്നു. ഒരു വയസ്സ് പറയുന്നു പരീക്ഷ ഇഷ്ടമല്ലെന്ന്. അച്ഛൻ പറയുന്നു പരീക്ഷ വേണമെന്ന്. ഇത് വലിയ കുഴപ്പമാണല്ലോ. മോനെ പരീക്ഷ വേണോ ഇടയ്ക്കിടയ്ക്ക്? വേണ്ട. അപ്പം പിന്നെ ആകെ തെറ്റി. അങ്കിള് പറയുന്നതും മോൻ പറയുന്നതും 2 ധ്രുവത്തിലാണ്. അങ്ങനെ ഒരു മരം വേണമായിരുന്നു. ആ മരമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ്റെ അനുസരണവും സ്നേഹവും ഒക്കെ ദൈവത്തിന് പരിശോധിക്കാൻ കഴിയുന്നത്. അതൊരു പരിശോധനാ വൃക്ഷമാണ്. അങ്ങനെ ഒരു മരം അനിവാര്യമായിരുന്നു. നമ്മുടെ ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഫാക്ടറി ചെന്നാൽ അവിടെ ഒരു ടെസ്റ്റിംഗ് ഉണ്ട്, ഇത് കൊള്ളാമോ ഇല്ലയോ എന്ന്. നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചാലും അതിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് ടെസ്റ്റഡ് ഓക്കെ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ അനുസരണം പരിശോധിക്കാനുള്ള ദൈവത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റായി ഈ മരം. ഈ മരമില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ അനുസരണം പരീക്ഷിക്കാനായിട്ട് ഒരു ടൂൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ മരം അനിവാര്യമായിരുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു ടൂളാണ്. ഇതില്ലെങ്കിൽ മനുഷ്യന് ഒരു പരീക്ഷയിലൂടെ കടന്നുപോയി വിജയിക്കാനോ തോൽക്കുവാനോ കഴിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു ടൂളാണ്. ഈ മരം അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇനിയും എല്ലാ ദിവസവും ആരാധിക്കുമ്പോൾ ഹൃദയത്തിൽ പറയണം, ദൈവമേ നീ ആ ഏദൻ തോട്ടത്തിൽ ആ നന്മതിന്മകളെക്കുറിച്ചുള്ള മരം സൃഷ്ടിച്ചതിനായിട്ട് നന്ദി. പറയാൻ പറ്റുമോ? പറ്റണം. ദൈവം നല്ലത് തന്നെയാണ് ചെയ്തത്, ഒരു സംശയമില്ല. അപ്പം ഈ ഒരു മരത്തിൻ്റെ പഴം പറിച്ചതിന് ഇത്ര ഗൗരവം ദൈവം കൊടുക്കണം? ഈ മരം പറിച്ചു തിന്നപ്പോൾ മനുഷ്യൻ 3 കാര്യങ്ങളാണ് ദൈവത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു ദൈവത്തോട്. 3 പ്രൊക്ലമേഷൻസ്. ഒന്നാമത്തെ പ്രൊക്ലമേഷൻ, ഐ ഡോണ്ട് വാണ്ട് ഗോഡ്. ദൈവത്തെ പിരിച്ചുവിടുക.
അതുകൊണ്ടാണ് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഐ ഡോണ്ട് വാണ്ട് ഗോഡ്. ഞാൻ ദൈവത്തെ പിരിച്ചുവിട്ടിരിക്കുന്നു. രണ്ടാമത്തേത്, ഐ നോ ബെറ്റർ. ഐ ആം ബെറ്റർ ദാൻ ഗോഡ്. ഞാൻ ദൈവത്തെക്കാളും മിടുക്കനാ. ദൈവം പറഞ്ഞത് മണ്ടത്തരമാണെന്ന് കണ്ടെത്തി അത് ചെയ്യുന്ന ഞാൻ ദൈവത്തെക്കാളും മെച്ചമാ. മൂന്നോ, വാട്ട് ഈസ് ദ തേർഡ് ഡിസിഷൻ? ഇനിയും വല്ല ആവശ്യവും വന്നാൽ ദൈവത്തിൻ്റെ അടുത്തേക്കില്ല, ഞാൻ പുതിയൊരു കൂട്ടുകാരനെ കണ്ടെത്തിയിട്ടുണ്ട്. ആരാ? Satan. I don't want God. I am as good as God. I will go to Satan. 3 കഴ്സ്ഡായിട്ടുള്ള ഡിസിഷൻസാണ് മനുഷ്യന് ദൈവത്തെ അറിയിച്ചത്. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് ന്യായമാണോ? ആണോ? ആണ്. നിത്യശിക്ഷാവിധിക്ക് നമ്മൾ യോഗ്യരാ. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഈ സാധാരണ യോഗത്തിനൊക്കെ ഒരു പിള്ളേർ തമ്മിൽ ഒരു ചെരുപ്പേറ് പരിപാടിയുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ സഭയിലൊക്കെ കാണാം. ഒരുത്തൻ്റെ ചെരുപ്പെടുത്തെറിയും, മറ്റൻ അവൻ്റെ ചെരുപ്പെടുത്തെറിയും. എന്തോ ചെയ്യും? നമ്മൾ പിടിച്ച് ചെവിക്കൊരു പിച്ച് കൊടുത്ത് പോടാന്ന് പറയും അല്ലേ? FIR ലോഡ് ചെയ്യുമോ? നമ്മുടെ വക്കീൽ സൗകര്യം ഉണ്ടല്ലോ, വക്കീൽ സൗകര്യനുണ്ടല്ലോ, FIR ലോഡ് ചെയ്യുമോ? പിള്ളേർ ചെരുപ്പെറിഞ്ഞെന്ന് പറയും കേസിന് പോകാൻ ഒരു പിച്ച് കൊടുത്താൽ അതങ്ങ് തീരും. ഇതേ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ വരുമ്പം ചെയ്താലോ? അതിൻ്റെ മുന്നേ പോയി ഇങ്ങനെ വായി നോക്കി നിന്നേച്ച് ഒരു ചെരുപ്പും പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോയി നിന്നേച്ച് പകുതി സമയമായപ്പോൾ ഒരു ചെരുപ്പെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് മുഖത്തോട്ട് എറിഞ്ഞു. ഇപ്പോൾ അമേരിക്ക വെടിവെപ്പൊക്കെ നടക്കുന്നുണ്ടല്ലേ? എന്നാ പറ്റും? വെടിവെച്ചവൻ എന്നാ പറ്റി? അന്നേരമേ തട്ടി അല്ലേ? ഒരു തെറ്റിൻ്റെ ഗൗരവം 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, എത്ര അറിഞ്ഞ് മനഃപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത്. 2, ആർക്കെതിരെയാ ചെയ്യുന്നത്. മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന തെറ്റ് കൂടുതൽ ഗൗരവമാണ്. അതാ കുഞ്ഞിൻ്റെ തെറ്റ് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിവരമില്ലാത്ത കൊച്ചു ചെരുപ്പെറിഞ്ഞെന്നും പറഞ്ഞപ്പം പോലീസ് കേസ് കൊടുക്കാൻ പോകുന്നു. 2, ആർക്കെതിരെയാ ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെതിരെ നമ്മൾ ചെരുപ്പെറിഞ്ഞാൽ തൂക്കിക്കൊല്ലും. ഒരു വിദേശ രാഷ്ട്ര അധിപനെതിരെ ചെയ്യുന്ന കുറ്റകൃത്യം രാജ്യദ്രോഹമായിട്ട് പരിഗണിച്ച് കൊന്നുകളെ. അല്ലെ പിന്നെ വട്ടായിരുന്നെല്ലാം തെളിയിക്കണം, അല്ലെ പിന്നെ രക്ഷയില്ല. ആർക്കെതിരെ ചെയ്യുന്നെന്നുള്ളതനുസരിച്ച് തെറ്റിൻ്റെ ഗൗരവം കൂടുന്നു. എത്ര മനഃപൂർവ്വം ചെയ്യുന്നതനുസരിച്ച് തെറ്റിൻ്റെ ഗൗരവം കൂടുന്നു. അപ്പം ഹവ്വ മനഃപൂർവ്വമാണോ ചെയ്തേ? ആണോ? ആണോ അല്ലയോ? വനിതകൾ പറ, എങ്ങനെ അറിയാം? ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രസംഗം കൂടെ നടത്തുന്നുണ്ടല്ലേ? 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഹവ്വ പിശാചിനോടൊരു ലെക്ചർ നടത്തുന്നുണ്ട്. ഈ മരം അതിൻ്റെ അടുത്ത് പോകരുത്, തൊടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിന്നുന്ന പോട്ടെ, തൊടരുതെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരിക്ക് അറിയാമായിരുന്നു ഗൗരവമാണ്. ഇനിയും ആർക്കെതിരെയാണ് ചെയ്തത്? സാക്ഷാൽ സൃഷ്ടിതാവായ, സർവവല്ലഭനായ, സർവസ്നേഹിയായ, നല്ലവനായ ദൈവത്തിനെതിരെ, എറ്റേണൽ ഗോഡിനെതിരെ ചെയ്യുന്ന പാപങ്ങൾക്ക് എറ്റേണൽ പണിഷ്മെൻ്റ് അല്ലേ കൊടുക്കേണ്ടത്? ഈ ബൈബിളിലെ നറേറ്റീവ്സിനെ ചലഞ്ച് ചെയ്യാൻ വരട്ടെ. Every dot in this is meaningful, logical, acceptable. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ആ ഏദൻ തോട്ടത്തിൽ ചെയ്ത പാപം, ആ മരം അത്യാവശ്യമായിരുന്നു, അതേസമയം തന്നെ ആ ചെയ്ത പാപം ഗൗരവമായിരുന്നു. അപ്പം വേണേൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ദൈവത്തിന് അറിയത്തില്ലായിരുന്നു ഈ ഏടാകൂടമൊക്കെ വരും, പാപം ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ പിന്നെ മനുഷ്യനെ ഉണ്ടാക്കാന്നേ മരം വേണം. മരം സൃഷ്ടിച്ച ഇവൻ കുളമാക്കുമെന്ന് അറിയുകയും ചെയ്യാം. അപ്പം ബുദ്ധി എന്നായിരുന്നു? ദൈവം എന്നോ ചെയ്യണമായിരുന്നു, സൃഷ്ടിക്കരുതായിരുന്നു അല്ലേ? ചില നിരീശ്വരന്മാർ അങ്ങനെ ചോദിക്കാറുണ്ട്. ദൈവം കാണിച്ചൊരു വലിയ മണ്ടത്തരമാണ്, ഈ മനുഷ്യനെ സൃഷ്ടിക്കാൻ മെനക്കെടരുതായിരുന്നു, വേണ്ടാന്ന് വെക്കണമായിരുന്നു. എന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കണം? മനുഷ്യനെ സൃഷ്ടിച്ച ഇങ്ങനൊരു മരം സൃഷ്ടിച്ചാൽ പിശാച് അവനെ തെറ്റിക്കും. അതുകൊണ്ട് പിശാചിനെ പേടിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. എങ്ങനെയുണ്ട് ഡിസിഷൻ? പിശാചിനെ പേടിയുള്ള ദൈവത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുമോ? സർവശക്തന് അങ്ങനെ പേടിയില്ല. സർവശക്തന് കാര്യമറിയാവുന്നവനാണ്. അവനങ്ങനെ പേടിയുള്ളവനല്ല. പിശാചിനെ പേടിച്ച് ദൈവം മനുഷ്യ സൃഷ്ടി നടത്തിയില്ലായിരുന്നെങ്കിൽ ദൈവം ദൈവമല്ലാതാകുമായിരുന്നു. അപ്പോൾ അത് വേണ്ടല്ലേ? ആകെ ഗതികേടിലായതിനെ ദൈവമില്ലെങ്കിൽ.
ത്തിന് പിശാചിനെ പേടിച്ച് മനുഷ്യ സൃഷ്ടി മാറ്റിവെക്കാൻ പറ്റുമായിരുന്നില്ല. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ ഏറ്റവും മനോഹര സൃഷ്ടി ഉണ്ടാകത്തുമില്ലായിരുന്നു. അയ്യോ, കവിത എഴുതാൻ അറിയുന്ന, ചിത്രം വരയ്ക്കാൻ കഴിയുന്ന, റോക്കറ്റ് ഉണ്ടാക്കാൻ അറിയുന്ന, നല്ല ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയി മാറാൻ കഴിയുന്ന ഈ മനുഷ്യ സൃഷ്ടി ഉണ്ടാകത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി പൊളിയുമായിരുന്നു, പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരുമായിരുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ എന്താണെന്നറിയാമോ? God knew that he could redeem the sinful people. പാപം ചെയ്യുന്ന ഈ മനുഷ്യരെ എനിക്ക് വീണ്ടെടുക്കാനുള്ളത് അറിയാമെന്നേ. ഐ ആം കോൺഫിഡൻറ്റ്. പിശാച് എന്തും ചെയ്യട്ടെ, ഐ ഹാവ് നോ പ്രോബ്ലം. ഐ നോ വൺ തിങ്, ഐ ആം ഏബിൾ ടു റിഡീം ദം. എനിക്കവരെ വീണ്ടെടുക്കാൻ അറിയാം. അതാ യേശുക്രിസ്തുവിനെ അയച്ച് ദൈവം ചെയ്ത് കാൽവറി ക്രൂശിൽ നമ്മുടെ ശിക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായിട്ട് മരിക്കാൻ യേശുക്രിസ്തുവിനെ അങ്ങോട്ട് അയച്ചു. അങ്ങനെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം യേശുക്രിസ്തു ഏറ്റെടുത്തു. അങ്ങനെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുമെന്ന ഉറപ്പുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മുടെ വീട്ടിലൊക്കെ ഏതെങ്കിലുമൊക്കെ വണ്ടി കാണും അല്ലേ? വണ്ടി മേടിക്കുമ്പം വീട്ടിലൊരു പഞ്ചായത്ത് കൂടലുണ്ടല്ലേ, എല്ലാവരും കൂടെ ഏത് മേടിക്കണം. പിള്ളേർ പറയുമ്പോൾ എല്ലാം എസ് ക്ലാസ് ബെൻസൊക്കെ മേടിക്കാൻ പറയും. അപ്പം പറയും, എടാ കൊച്ചേ അതിനൊന്നും കാശില്ല, നമുക്ക് വല്ല സ്കൂട്ടറെ തുടങ്ങാമെന്ന് പറയും. അങ്ങനെ ചർച്ച ചെയ്താൽ എന്നാൽ ഒരു മാരുതി മേടിക്കാം, പോട്ടെ. അപ്പം വലിയ ഡിസ്കഷനൊക്കെ ഉണ്ട്. അതിനും പറയും, ഓ ഇതൊരു 5 വർഷമെങ്കിലും വലിയ കേടില്ലാതെ ഓടും. 5 വർഷം കഴിഞ്ഞാലോ കേടാകും. എടാ കേടാകുന്ന വണ്ടി എന്തിനാ മേടിക്കുന്നേ? പോപ്പുലർ ഓട്ടോമൊബൈൽസ് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. റിപ്പയർ ചെയ്യാൻ പറ്റും. എനിക്കിത് റിപ്പയർ ചെയ്ത് 20-25 വർഷം ഓടിച്ച് ഇതിൻ്റെ കാശ് മുതലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വണ്ടി മേടിക്കുന്നേ. ദൈവം അതുപോലാണ് ചിന്തിച്ചത്. യെസ്, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കും, മരത്തെ സൃഷ്ടിക്കും, മനുഷ്യൻ പാപം ചെയ്യും. ബട്ട് ഐ നോ ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു റിഡീം ഹിം ബൈ അലോവിങ് മൈ സൺ ടു ഡൈ ഓൺ their behalf, bearing their sins. അവരുടെ പാപം ഏറ്റെടുത്ത് അവർക്ക് പകരമായിട്ട് മരിച്ച് അവരെ വീണ്ടെടുക്കത്തക്ക ഒരു രക്ഷാപദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ദൈവത്തിന് ഈ ഒരു രക്ഷാപദ്ധതി ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമുണ്ടോ? 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്കിന് സംശയം വന്നാൽ എന്നോ ചെയ്യും? മത്തായി അടുത്തിരിക്കുന്ന ശങ്കരനോട് ചോദിക്കും, 4 4 എത്ര ആടാന്ന്. അവൻ പറയും എനിക്കറിയത്തില്ല. അപ്പം പിന്നെ എൻ്റെ സാറിനോട് ചോദിക്കും. ഇപ്പോഴത്തെ പല സാറന്മാർക്കും അതും അറിയത്തില്ലായിരിക്കും. അത് സാറിനോട് ചോദിച്ചു, സാറിനും അറിയത്തില്ല. അപ്പം എന്നെ വല്ല പ്രൊഫസറുടെ അടുത്ത് പോകും അല്ലേ? അങ്ങനല്ലേ? കൂടുതൽ അടുത്ത് അറിവുള്ളവരുടെ അടുത്ത് പോയാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും അല്ലേ റോയി സാറേ? എൻ്റെ മക്കളൊക്കെ റോയി സാറിൻ്റെ വീട്ടിൽ വന്ന് തമ്പടിച്ച് റോയി സാറിനെ കൊണ്ട് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ കുറേ എണ്ണന്മാരൊക്കെ രക്ഷപ്പെട്ടു പോയി. കൂടുതൽ അറിവുള്ളിടത്തേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ സർവജ്ഞാനിയായ ദൈവത്തിന് ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാര മാർഗം വേണ്ടേ? അവൻ സർവജ്ഞാനിയല്ലേ? അപ്പോൾ ഒരു സൊല്യൂഷൻ ദൈവത്തിന് ഉണ്ടായേ പറ്റൂ. ഗോഡ് ഹാഡ് എ സൊല്യൂഷൻ. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് പകരമായിട്ട് യേശുക്രിസ്തുവിനെ യാഗമർപ്പിച്ച് നമുക്ക് പകരമായിട്ട് യേശുക്രിസ്തു ശിക്ഷ ഏറ്റെടുത്ത് നമ്മളെ വീണ്ടെടുക്കുക. ഇന്നത്തെ ലോകത്തിലെ ലീഗൽ വ്യവസ്ഥിതി മുഴുവൻ അങ്ങനെ അല്ലേ മോളെ? കോമ്പൻസേഷൻ. ഞാൻ 5 കോടി രൂപ കൊടുക്കാനുണ്ടെങ്കിൽ റോയി സാർ അത് കൊടുത്താലും എൻ്റെ കടം തീരും അല്ലേ? ബാബുസൗരം കൊടുത്താലും മതി, ആരെങ്കിലും കൊടുത്താൽ മതി അല്ലേ? മറ്റേ ആളിൻ്റെ നഷ്ടത്തിന് കോമ്പൻസേഷൻ വേണം. ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിലോ ആ കോമ്പൻസേഷന് പഴയ IPC, ഇപ്പോഴത്തെ സുനാപ്പിയുടെ പേര് എനിക്കിപ്പോഴും നിൽക്കുന്നില്ല, IPCയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുത്തനെ കൊല്ലുന്നവൻ 20 വർഷം ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ ജീവപര്യന്തം ജയിലിൽ കിടക്കണം. അതാ അതിൻ്റെ കോമ്പൻസേഷൻ. അത് കഴിയുമ്പം അവന് സ്വതന്ത്രനായിട്ട് നടക്കാം. യെസ്, ഇത് വന്നത് ബൈബിളിൽ നിന്നാണ്. പല്ലിന് പല്ല്, കാലിന് കാല്, കൈക്ക് കൈ എന്നുള്ള പ്രമാണത്തിൽ നിന്നാണ് ഈ കോമ്പൻസേറ്ററി പണിഷ്മെൻറ്റ് വന്നത്. അങ്ങനെയാണെങ്കിൽ നിത്യശിക്ഷ അനുഭവിക്കേണ്ട, നരകശിക്ഷ അനുഭവിക്കേണ്ട മനുഷ്യൻ്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുത്ത് മനുഷ്യന് പാപമോചനം കൊടുക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. ദൈവത്തിന് ഈ നിത്യപാപ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകേണ്ടിയിരുന്നു. കാരണം ദൈവം സർവജ്ഞാനിയാണ്. ആ പരിഹാരമാണ് കാലസമ്പൂർണതയിൽ ദൈവം വെളിപ്പെടുത്തിയത്. നമ്മുടെയൊക്കെ പാപത്തിന് പകരമായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ട് നമുക്ക് പകരമായിട്ട് മരിച്ച ശിക്ഷ ഏറ്റെടുത്ത് നമ്മുടെ ശിക്ഷയ്ക്ക് കോമ്പൻസേഷൻ വരുത്തി നമ്മളെ വീണ്ടെടുക്കുക.
അപ്പോൾ യേശുക്രിസ്തു എത്ര മണിക്കൂർ ശിക്ഷ അനുഭവിച്ചു? 3 മണിക്കൂറോ അല്ലെ 3 തൊട്ട് 6 മണിക്കൂർ, അതിനപ്പുറം ഒന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് സമയം അത് മതിയോ? ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ എല്ലാം നിത്യശിക്ഷയ്ക്ക് പകരം ഇത് മതിയോ? അയ്യോ, മതിയേ, ധാരാളം മതി. എന്താ കാരണം? നിത്യനായവൻ്റെ 1 സെക്കൻഡിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ദൈർഘ്യം എത്രയാണെന്നറിയാമോ? നിത്യമാണ്. എറ്റേണൽ ഗോഡ് മനുഷ്യനായിട്ട് അവതരിച്ച് യേശുക്രിസ്തു 1 നിമിഷം ക്രൂശിൽ അനുഭവിച്ച വേദനയ്ക്ക് നിത്യമായ മാനങ്ങളുണ്ട്. കാരണം യേശുക്രിസ്തു നിത്യനാണ്. ഞാൻ സാറിന് ഇങ്ങനെ ഒരു കണക്ക് ചോദിക്കാറുണ്ട്. ഒരുത്തൻ ഒരാളോട് പറഞ്ഞു, എടാ ഞാൻ നിനക്ക് എത്ര പണം വേണമെങ്കിൽ കടം തരാം, ഒറ്റ കണ്ടീഷൻ, 1 വർഷം കഴിയുമ്പം പലിശ മുഴുവൻ തരണം. പലിശ കണക്കാക്കുമ്പോൾ 0.000001% പലിശ മതി. പക്ഷേ എറ്റേണൽ പീരീഡിനുള്ള പലിശ തരണം. എറ്റേണൽ പീരീഡ്, എറ്റേണൽ പീരീഡ്, നിത്യകാലത്തിനുള്ള പലിശ തരണം. അത് വളരെ കുറച്ച് പലിശ മതി. 0.00000000 എത്ര പൂജ്യം വേണം ഇട്ടു. എത്ര വരും പലിശ 1 വർഷം കഴിഞ്ഞ് തരുന്നേ? നിത്യമായ പലിശ വരും. പറയാൻ മേലാത്ത തുക. അങ്ങനെ ലോൺ എടുത്തിട്ട് കാര്യമുണ്ടോ? നിത്യതയുടെ കണക്കെന്ന് പറയുന്ന ഇതാ. നിത്യനായ ദൈവം എൻ്റെ പാപത്തിനുള്ള ശിക്ഷ 1 മിനിറ്റ് വഹിച്ചാൽ അതിന് നിത്യമായ പരിമാണമാണ്, നിത്യമായ അളവാണ്. അതാ യേശുക്രിസ്തു ക്രൂശിൽ വഹിച്ചത്. യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ? ശാരീരികമായിട്ടുള്ള പീഡനം, ദണ്ഡനം, മാനസികമായിട്ടുള്ള ദണ്ഡനം. അങ്ങനെ കർത്താവ് പിതാവിൽ നിന്ന് വേർപെടുന്ന, പിതാവ് മുഖം തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനെല്ലാം നിത്യമായുള്ള ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി യേശുക്രിസ്തു നിത്യമായിട്ട് ശിക്ഷ അനുഭവിച്ചു. ഇനിയും പറ, ഈ ബൈബിളിലെ സൃഷ്ടി വിവരണം വിശ്വസനീയമാണോ? ബൈബിളിലെ മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞ ആ ഫോളിൻ്റെ കഥ വിശ്വസനീയമാണോ അതോ മിത്താണോ? അല്ല. യേശുക്രിസ്തുവിലൂടെയുള്ള ആ വിടുതലിൻ്റെ സ്കീം റീസണബിളാണോ, സ്വീകാര്യമാണോ? യെസ്. ഏതൊരു മനുഷ്യനും അവൻ്റെ പാപത്തിൻ്റെ മോചനത്തിന്, അവളുടെ പാപത്തിൻ്റെ മോചനത്തിന് തക്കതായ പ്രതിവിധി യേശുക്രിസ്തു ക്രൂശിൽ വരുത്തിയിരിക്കുന്നു. ഒരേ ഒരു കാര്യം, നമ്മൾ മനഃപൂർവ്വമായിട്ട് യെസ്, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്, അതുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്നൊരു തീരുമാനമെടുക്കണം. I am a sinner. Jesus died for my sake. Therefore, I take a decision to live for Jesus alone. He is my master. ഈ ഒരു തീരുമാനം എടുക്കുന്ന ഓരോരുത്തർക്കും പാപമോചനത്തിനുള്ള അവകാശമുണ്ട്. ദൈവം പാപമോചനം നൽകുന്നു. ഈ എത്രയോ പെർഫെക്റ്റാണ്. ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ജസ്റ്റ് ബ്രഷ് സൈഡ് ചെയ്യാവുന്നതാണോ ഈ ബൈബിൾ? ഒരു മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്ന. ചിലപ്പം ഇങ്ങനെ പറയുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ വിശ്വസിക്കണം സ്വീകരിക്കണം എന്നൊക്കെ എന്തിനാ പറയുന്നത്? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, എല്ലാവരുടെയും പാപം തീർന്നെന്നും കണക്കാക്കിയാൽ പോരെ? ഇല്ല. മനുഷ്യൻ മനഃപൂർവ്വമായി പാപം ചെയ്ത മനുഷ്യൻ മനഃപൂർവ്വമായിട്ടത് സ്വീകരിക്കേണ്ടതുണ്ട്. തൻ്റെ രക്ഷ ദൈവം മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കണം. കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പകരമായിട്ട് കോമ്പൻസേറ്ററി പണിഷ്മെൻ്റ് അങ്ങ് വഹിച്ചു. ദെയർഫോർ ഐ അക്സെപ്റ്റ് യു ആസ് മൈ ലോർഡ്. നമ്മുടെ ജീവിതത്തിലെല്ലാം നടക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ അത് നടന്നു കാണുമെന്ന് ഞാൻ ആശിക്കുക. ആരെങ്കിലും അത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ദിസ് ഈസ് ദ ടൈം. ഇനിയും ഞാനിത് പറയുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഈ ബൈബിള് വിശ്വാസ്യമാണ്, സ്വീകാര്യമാണ്, യുക്തിസഹമാണ്, 21-ാം നൂറ്റാണ്ടിൽ പഠിപ്പിക്കാൻ കൊള്ളുന്നതാണ്. മാത്രമല്ല ഇതിലെ രക്ഷാപദ്ധതി അതിമനോഹരമാണ്. ഇത് മറ്റുള്ളവരോട് പറയാൻ യോഗ്യമാണെന്നുള്ള ഒരു കൺവിക്ഷനോടുകൂടെ നമുക്കിവിടെ നിന്ന് പോകാൻ ഇടയാകട്ടെ. മാത്രമല്ല ഒരു ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് നയിക്കാനായിട്ട് നമുക്കിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.